യെസ്, ഗുഡ് ഈവനിങ്. നമുക്ക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിനു മുമ്പ് ഓഡിബിൾ ആണോ അതേപോലെ സ്ക്രീനൊക്കെ വിസിബിൾ ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യോ ചാറ്റിൽ. ഓഡിബിൾ ആണോ, സ്ക്രീനൊക്കെ വിസിബിൾ ആണോ, റെസ്പോണ്ട് ചെയ്യണേ. യെസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ ഓൾറെഡി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ പാഠം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ പാഠത്തിന്റെ തുടർച്ച എന്നോണം വരുന്ന നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കയറുവാണ്. ചാപ്റ്ററിന്റെ പേര് സിംപ്ലിഫിക്കേഷൻ. എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ട് ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്തു കഴിഞ്ഞാൽ SSC ആണെങ്കിലും RRB ആണെങ്കിലും എല്ലാത്തിനും വളരെ അടിസ്ഥാനപരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ചാപ്റ്ററാണ് ഈ പറഞ്ഞ സിംപ്ലിഫിക്കേഷൻ. അപ്പം എന്തൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ നോക്കുക എന്നുള്ളതിനെ പറ്റി ഏകദേശ ധാരണ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ടിലോട്ട് പോവാം. അപ്പൊ ഒന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടും റെയിൽവേയുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്. സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടുകൾ എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നുള്ള സാധനം. അതേപോലെ ഫ്രാക്ഷൻസ് എന്താണെന്ന് പറഞ്ഞ് ചെറുതായിട്ട് കുറച്ച് പ്രോബ്ലംസ് വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ബോഡ് മാസ് റൂൾ, നമുക്ക് എല്ലാവരും ചെറുപ്പത്തിൽ തൊട്ട് പഠിച്ചിട്ടുള്ള ബോഡ് മാസ് റൂൾ, സിംപ്ലിഫിക്കേഷന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് ബോഡ് മാസ് റൂൾ. അതേപോലെ റിക്കറിംഗ് ഡെസിമൽസിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ സൈക്ലിസിറ്റി ഓഫ് നമ്പേഴ്സ്. ഇത്രയും സാധനങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഞാൻ സിംപ്ലിഫിക്കേഷനിൽ എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുക. അപ്പം നമുക്ക് ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്. സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്, സ്ക്വയേഴ്സും സ്ക്വയർ റൂട്ടുകളും. ഇപ്പൊ സ്ക്വയേഴ്സും സ്ക്വയർ റൂട്ടും എന്നുള്ള ടോപ്പിക്കുകൾ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ടേം ഇതാണ്, പെർഫെക്റ്റ് സ്ക്വയർ. ഒന്നാമത്തെ ടേം പറയാനുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ടേമാണ്. എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ? സംഭവം എന്താണെങ്കിലും ഒരു നമ്പറാണ്. അപ്പൊ ഏത് നമ്പറിനെയാണ് നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ള പേരിൽ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കുക? ഏത് നമ്പറിനെയാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്നുള്ള പേരിൽ വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കുക? ഉദാഹരണം നമുക്കറിയാം, 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 4 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതേപോലെ 25 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 16 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, അല്ലെ? അപ്പം ഏതൊരു ഇന്റിജറിനെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ചില സർട്ടൈൻ ഇന്റിജേഴ്സിനെ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വിശേഷിപ്പിക്കാം. ഇന്റിജേഴ്സ് എന്താണ്, റിയൽ നമ്പേഴ്സ് എന്താണ്, പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്താണ്, നെഗറ്റീവ് ഇന്റിജേഴ്സ് എന്താണെന്നൊക്കെ നമ്മൾ നമ്പർ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പോസിറ്റീവ് ഇന്റിജേഴ്സിനെ തന്നെ വിളിക്കാൻ പറ്റുന്ന മറ്റൊരു പേരെന്താ? പെട്ടെന്ന് ചാനൽ റെസ്പോണ്ട് ചെയ്യോ. പോസിറ്റീവ് ഇന്റിജേഴ്സിനെ തന്നെ വിളിക്കാൻ പറ്റുന്ന മറ്റൊരു പേരെന്താണ്? പോസിറ്റീവ് ഇന്റിജേഴ്സിനെ തന്നെ വിളിക്കാൻ പറ്റുന്ന മറ്റൊരു പേരെന്താണ്? പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെയും കൂടെ സീറോയും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. അതേപോലെ പോസിറ്റീവ് ഇന്റിജേഴ്സിനെ മാത്രമാണെങ്കിൽ നമുക്ക് എന്താ പറയാ, യെസ്, നാച്ചുറൽ നമ്പർ എന്നുള്ള പേരിൽ പറയാം, അല്ലെ? നമ്പർ സിസ്റ്റം പഠിച്ച കുറച്ചാണ്. അപ്പം നോക്കിക്കോ, ഇവിടെ ഒരു സർട്ടൈൻ ഇന്റിജർ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു ഇന്റിജർ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന നമ്പറിനെ നമുക്ക് മറ്റൊരു സംഖ്യയുടെ സ്ക്വയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ, നമുക്കൊരു ഇന്റിജർ തന്നിട്ടുണ്ട്, ആ തന്നിരിക്കുന്ന ഇന്റിജറിനെ നമുക്ക് മറ്റൊരു ഇന്റിജറിന്റെ സ്ക്വയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യനെ എന്തായിട്ട് പറയാം? പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് പറയാം. യെസ്, പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് പറയാം. യെസ്, നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ഇന്റിജേഴ്സ് എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ആണ്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ടേം പെർഫെക്റ്റ് സ്ക്വയർ ആണ്. തന്നിരിക്കുന്ന ഒരു ഇന്റിജറിനെ മറ്റൊരു ഇന്റിജറിന്റെ സ്ക്വയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ then we can name the given integer as perfect square. ഓക്കെ ആണല്ലോ? അപ്പോൾ ഒരു സംഖ്യനെ മറ്റൊരു സംഖ്യയുടെ സ്ക്വയർ ആയിട്ട്, പൂർണ്ണമായിട്ടുള്ള സ്ക്വയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാം. യെസ്, അപ്പം ഇതാണ് സ്ക്വയേഴ്സിന്റെ വളരെ ബേസിക് ആയിട്ട് പറയാനുള്ള ഒരു പോയിന്റ്. ഇനി നമ്മൾ എങ്ങനെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കണം എന്നുള്ള സാധനത്തിലേക്ക് പോവാണ്. ഓൾറെഡി ഞാൻ നമ്പർ സിസ്റ്റം എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 30 വരെയുള്ള സ്ക്വയേഴ്സും 30 വരെയുള്ള ക്യൂബ്സും അതേപോലെ 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പെർഫെക്റ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരാഴ്ച കൊണ്ട് നടക്കുന്ന കാര്യമല്ല, റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷനിലൂടെ പോസിബിൾ ആവുന്ന സാധനമാണ്. അപ്പം നിരന്തരമായിട്ട് ആ സാധനം നോക്കിക്കൊണ്ടിരിക്കുക. ഒന്നുകൂടെ പറയാം, 30 വരെയുള്ള ക്യൂബുകൾ, അതേപോലെ 30 വരെയുള്ള സ്ക്വയേഴ്സ്, അപ് ടു 30 വരെയുള്ള സ്ക്വയേഴ്സ്, അതേപോലെ 20 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ഇത്രയും സാധനം പെർഫെക്റ്റ് ആക്കി മൈൻഡിൽ വെക്കണം, കാരണം കാൽക്കുലേഷൻ ആവശ്യമാണ്. യെസ്, അപ്പൊ നമ്മൾ 50നോടടുത്ത ചില നമ്പേഴ്സിന്റെ ബേസ് 50 ആയിട്ട് വെച്ചുകൊണ്ട് 50നോടടുത്തുള്ള ചില നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണ്. അപ്പൊ 50നോടടുത്ത നമ്പേഴ്സ് ഒന്നാമത് ഞാൻ എടുക്കുന്നത് 48 എന്ന് പറയുന്ന സംഖ്യയാണ്. 48ന്റെ സ്ക്വയർ എനിക്ക് എടുക്കണം. 48ന്റെ സ്ക്വയർ എടുക്കണം. അപ്പൊ എങ്ങനെയാണ് 48ന്റെ സ്ക്വയർ എടുക്കുക? ഇത് നമുക്ക് വേണമെങ്കിൽ ആൾജിബ്രയ്ക്ക് ഐഡന്റിറ്റി വെച്ച് ചെയ്യാം, അല്ലെ? 48നെ 50ൽ നിന്ന് 2 കുറവാണ്. നമ്മൾ ആൾജിബ്ര കാണുമ്പോൾ ആ ഒരു സാധനം കാണും. യെസ്, ഇപ്പൊ അതിലേക്ക് ഒന്നും പോണ്ട, ഇത്ര ഓർത്താൽ മതി. എങ്ങനെയാണ് 50ന്റെ ബേസിൽ ഒരു സ്ക്വയർ എടുക്കുക? നമുക്ക് 48ന്റെ സ്ക്വയർ എടുക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 48ന്റെ സ്ക്വയർ 50ൽ നിന്ന് 2 കുറച്ചാലാണ് 48 വരിക. അപ്പൊ 2ന്റെ സ്ക്വയർ എടുത്ത് എഴുതുക. 2ന്റെ സ്ക്വയർ എടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 04 എന്ന് എടുത്തെഴുതണം. കാരണം 99 വരെയുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് എടുത്തു കഴിയുമ്പോൾ പൊതുവെ 4 സംഖ്യകളായിരിക്കും ആ സ്ക്വയേഴ്സിൽ വരിക. അപ്പൊ നോക്കിക്കേ,
50-ൽ നിന്നും 2 കുറവാണ്. 50-ൽ നിന്ന് 2 കുറവായതുകൊണ്ട് 2ന്റെ സ്ക്വയർ ഞാൻ എടുത്തെഴുതുന്നു. എത്രയാണ്? 04 എടുത്തെഴുതുന്നു. ഓക്കെ ആണല്ലോ? 04 എടുത്തെഴുതുന്നു. യെസ്. എന്നിട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഇപ്പുറത്തൊരു 2 സംഖ്യ വരും. ആ 2 സംഖ്യകൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് 25-ൽ നിന്നും 2 കുറയ്ക്കുകയാണ്. 50-ൽ നിന്ന് എത്ര കുറവാണോ അതിന് ആനുപാതികമായിട്ട് ഞാൻ ഇവിടെ 25-ൽ നിന്നും 2 കുറയ്ക്കുകയാണ്. 25-ൽ നിന്ന് 2 കുറയ്ക്കുകയാണ്. അപ്പൊ എത്ര വരുന്നത്? 2304. സ്ക്വയർ ഓഫ് 48 എന്നുള്ളത് 2304 ആണ്. ഒന്നുകൂടെ പറയാം. 50-ൽ നിന്ന് 2 കുറവാണ്. 50-ൽ നിന്ന് 2 കുറവായത് കൊണ്ട് 2ന്റെ സ്ക്വയർ എടുത്ത് 04. അവിടെ ലാസ്റ്റത്തെ 2 ഡിജിറ്റുകളായിട്ട് 04 എഴുതി. വെറും 4 എന്ന് എഴുതരുത്, കൺഫ്യൂഷൻ വരരുത്. 04 തന്നെ എഴുതണം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് 50-ൽ നിന്ന് എത്ര കുറവാണോ അതേപോലെ 25-ൽ നിന്നും കുറയ്ക്കുന്നു. എന്തിനാ? ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 100s പ്ലേസിലും 1000s പ്ലേസിലും ഉള്ള ഡിജിറ്റ്സിന് വേണ്ടിയിട്ട്. ഓക്കെ ആണല്ലോ? അതാണ് 25-ൽ നിന്ന് 2 കുറച്ചാൽ എത്രയായി? 23 ആയി. യെസ്. അതേപോലെ മറ്റൊരു എക്സാമ്പിൾ 42ന്റെ സ്ക്വയർ. 42ന്റെ സ്ക്വയർ എങ്ങനെയായിരിക്കും? 42ന്റെ സ്ക്വയർ വരിക. 42ന്റെ സ്ക്വയർ നമുക്കറിയാം. 42 എന്ന് പറയുന്നത് 50-ൽ നിന്നും 8 കുറച്ചാലാണ് 42 വരിക. 8ന്റെ സ്ക്വയർ എടുത്ത് എഴുതുക 64. 8ന്റെ സ്ക്വയർ എടുത്ത് എഴുതുക 64. തീർന്നില്ല. 25-ൽ നിന്നും എന്ത് ചെയ്യണം? 8 സബ്സ്ട്രാക്ട് ചെയ്യണം. 25-ൽ നിന്നും 8 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര വരും? 17 വരും. 25-ൽ നിന്നും 8 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 17 വരും. 42ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1764 ആണ്. ഓക്കെ ആണല്ലോ? എങ്ങനെ വരുന്നത്? 50-ൽ നിന്നും 8 കുറവാണ്. 50-ൽ നിന്ന് 8 കുറവായത് കൊണ്ട് 8ന്റെ സ്ക്വയർ ഞാൻ എടുത്തെഴുതുന്നു. 8ന്റെ സ്ക്വയർ എടുത്തെഴുതിയിട്ട് 25-ൽ നിന്നും ഞാൻ എന്ത് ചെയ്യുന്നു? 25-ൽ നിന്നും 8 കുറയ്ക്കുന്നു. 17 ആണ് വരുന്നത്. ആ 17 ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നു. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് 50-ൽ നിന്ന് താഴോട്ടുള്ള നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് വരിക. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് 38ന്റെ എടുക്കാം. 38 സ്ക്വയർ. 38ന്റെ സ്ക്വയർ എങ്ങനെ വരും? 38 എന്ന് പറയുന്നത് 50-ൽ നിന്നും എത്ര കുറവാണ്? 50-ൽ നിന്നും 12 കുറവാണ് അല്ലെ? 50-ൽ നിന്നും 12 കുറവായത് കൊണ്ട് സ്ക്വയർ എടുക്കുമ്പോൾ 12ന്റെ സ്ക്വയർ എടുത്ത് എത്രയാ? പെട്ടെന്ന് പറഞ്ഞോ. സ്ക്വയർ ഓഫ് 12. 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 12ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? യെസ്, 144 ആണ് അല്ലെ? പക്ഷെ നമുക്ക് 144 മൊത്തം എഴുതാൻ വേണ്ടി നിൽക്കരുത്. നമുക്ക് 2 ഡിജിറ്റുകളെ ആവശ്യമുള്ളൂ. 44 ഞാൻ ഇവിടെ എഴുതി വെക്കുവാണ്. 1 താഴെ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ ആണല്ലോ? എന്നിട്ട് എന്ത് ചെയ്യുവാണ്? 25-ൽ നിന്നും 50-ൽ നിന്ന് എത്ര കുറവാണോ അതേപോലെ തന്നെ 25-ൽ നിന്നും അവസാനം കുറയ്ക്കുകയാണ്. 25-ൽ നിന്നും 12 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്രയാണ് വരിക? 25-ൽ നിന്നും 12 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുന്നത് 13 ആണ്. 25-ൽ നിന്നും 12 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് വരുന്നത് 13 ആണ്. തീർന്നില്ല, പണി തീർന്നില്ല. ആ 12ന്റെ സ്ക്വയർ 144 ആയിരുന്നത് കൊണ്ട് ഇവിടെ എന്ത് കിടപ്പുണ്ട്? ഒരു 1 കിടപ്പുണ്ട് അല്ലെ? അപ്പൊ ആ 44 അതേപോലെ എടുത്തെഴുതുന്നു. ഈ 3ന്റെ കൂടെ ആ 1 കൂട്ടുന്നു. 4 1444 1444 എന്നുള്ള സംഖ്യയായിട്ട് മാറും. ഓക്കെ ആണോ? അപ്പൊ 50-ന് താഴോട്ടുള്ള ഏതാണ്ട് 25 വരെയുള്ള സംഖ്യകൾ നമുക്ക് 25 to 75 എന്ന് പറഞ്ഞ റേഞ്ചിൽ കിടക്കുന്ന സംഖ്യകളെ നമുക്ക് 50-നെ ബേസ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് സ്ക്വയേഴ്സ് എടുക്കാം. ഈ പറഞ്ഞ 3 നമ്പേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, ചെക്ക് ചെയ്തിട്ട് പറഞ്ഞേ. ഈ പറഞ്ഞ 3 നമ്പേഴ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 48 പറഞ്ഞു, 42 പറഞ്ഞു, 38 പറഞ്ഞില്ല. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യോ പെട്ടെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാം. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയണേ. യെസ്. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് സെറ്റ് ഓഫ് എക്സാമ്പിളിലേക്ക് പോവാണ്. നമ്മൾ 50-ൽ നിന്ന് താഴോട്ടുള്ള എടുത്തു. ഇനി നമ്മൾ 50-ൽ നിന്ന് മുകളിലോട്ടുള്ള എടുക്കുകയാണ്. അപ്പം ഫോർത്ത് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന 52ന്റെ സ്ക്വയർ. 50-ൽ നിന്ന് താഴോട്ട് എങ്ങനെ എടുത്തോ അതേ പാറ്റേണിൽ തന്നെയാണ് ഇവിടെയും പോകുന്നത്. 50-ൽ നിന്ന് 2 കൂടുതലാണ്. 50-ൽ നിന്ന് 2 കൂടുതലായത് കൊണ്ട് നമ്മൾ 2ന്റെ സ്ക്വയർ എടുത്ത് എഴുതുന്നു 04. ഓക്കെ ആണല്ലോ? അപ്പൊ നേരത്തെ 50-ൽ നിന്ന് താഴോട്ട് പോയപ്പോൾ 25-ൽ നിന്ന് താഴോട്ടാണ് കുറച്ച് അല്ലെ? 50-ൽ നിന്ന് എത്ര കുറവാണോ അത് തന്നെ നമ്മൾ 25-ൽ നിന്ന് കുറച്ചു. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ 50-ൽ നിന്ന് എത്ര കൂടുതലാണോ അത് തന്നെ നമ്മൾ 25-ൽ നിന്ന് കൂട്ടുന്നു. അപ്പൊ 25-ൽ നിന്ന് കൂട്ടിക്ക് എത്ര വരുന്നത്? 50-ൽ നിന്നും 2 കൂടുതലാണ് 52. അപ്പൊ 25-ൽ നിന്ന് 2 കൂട്ടണം. 25-ൽ നിന്ന് 2 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 27 വരും. 2704 ആണ് വരിക. 2704 ആണ് വരിക. ഓക്കെ ആണോ? 2704. 2704 ആണ് ആൻസർ ആയിട്ട് വരിക. യെസ്. അതേപോലെ നെക്സ്റ്റ് എക്സാമ്പിൾ 53ന്റെ സ്ക്വയർ. 53ന്റെ സ്ക്വയർ ഞാൻ എടുക്കുവാണ്. നമുക്കറിയാം 50 + 3 ആണ്. +3 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3ന്റെ സ്ക്വയർ എടുത്ത് എഴുതുക 9 ആണ്.
9 ഇനി അവിടെ 2 ഡിജിറ്റ് സംഖ്യയാണ് വരുന്നതെങ്കിൽ അതേപോലെ എടുത്ത് എഴുതിക്കോളുക. 2 ഡിജിറ്റ് സംഖ്യ വരുന്നില്ലെങ്കിൽ അവിടെ 0 ഇട്ട് വെക്കണം. കാരണം 99 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ എല്ലാത്തിനും ആ സ്ക്വയേഴ്സിന് 4 അക്കങ്ങളായിരിക്കും വരിക. 4 അക്കങ്ങളായിരിക്കും വരിക. അപ്പൊ നമ്പർ ഓഫ് ഡിജിറ്റ്സ് 4 ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് വരണം? 4 ഡിജിറ്റുകൾ വരണം. 4 ഡിജിറ്റിന് വേണ്ടിയിട്ടാണ് ഇവിടെ സിംഗിൾ ഡിജിറ്റ് ആണ് വന്നത്. 3ന്റെ സ്ക്വയർ 9, പക്ഷെ അവിടെ 0 ഇട്ട് കൊടുക്കണം. മറന്നു പോകരുത്. യെസ്, 53ന്റെ സ്ക്വയർ ആ 3 കൂടുതലാണ്. 3ന്റെ സ്ക്വയർ ഞാൻ എടുത്തെഴുതി 09 3ന്റെ സ്ക്വയർ 09. അതേപോലെ 25ൽ നിന്ന് 3 കൂട്ടണം. 25ൽ നിന്ന് 3 കൂട്ടിയാൽ എനിക്ക് 28 വരും. 2809 ആണ് 53ന്റെ സ്ക്വയർ ആയിട്ട് വരിക. 53ന്റെ സ്ക്വയർ ആയിട്ട് വരിക. ഓക്കെ ആണോ? അതേപോലെ മറ്റൊരു എക്സാമ്പിൾ 64ന്റെ സ്ക്വയർ 64ന്റെ സ്ക്വയർ 64ന്റെ സ്ക്വയർ എങ്ങനെയാണ് 64ന്റെ സ്ക്വയർ വരിക നോക്കാം. 50ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് ഈ സാധനം വരിക? 50ന്റെ കൂടെ 14 കൂട്ടുമ്പോഴാണ് അല്ലെ. അപ്പൊ ഇങ്ങനെ ചെയ്യണമെങ്കിൽ എനിക്ക് 14ന്റെ സ്ക്വയർ അറിയണം. 14ന്റെ സ്ക്വയർ എത്രയാ? പെട്ടെന്ന് പറഞ്ഞു. 14ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 14ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? പെട്ടെന്ന് പറഞ്ഞു. ചാറ്റിൽ റെസ്പോണ്ട് ചെയ്തേ. സ്ക്വയർ ഓഫ് 14 എത്രയാണ്? യെസ്, 196 ആണ് അല്ലെ. 196 ആണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 സംഖ്യകളെ വരാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ ലാസ്റ്റ് 2 ഡിജിറ്റുകൾ ഞാൻ എടുത്തെഴുതുകയാണ്. 96 മാത്രം എടുത്തെഴുതുകയാണ്. താഴെ 1 അതേപോലെ വെക്കുന്നു. 1 അതേപോലെ വെക്കുന്നു. അതേപോലെ നമുക്കറിയാം 50ൽ നിന്നും 14 കൂടുതലാണ്. അപ്പൊ 25ൽ നിന്നും 14 കൂട്ടണം. 25ൽ നിന്നും 14 കൂട്ടണം. 25ൽ നിന്നും 14 കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വരും? 25ൽ നിന്നും 14 കൂട്ടിക്കഴിഞ്ഞാൽ 30 വരും. സോറി 39 വരും. 39 വരും അല്ലെ. 25ൽ നിന്ന് 14 കൂട്ടിക്കഴിഞ്ഞാൽ 39 വരും. ആ 1 അവിടെ കിടപ്പുണ്ട്. അപ്പം 96 അതേപോലെ എഴുതുവാണ്. എത്ര വരും? 9 + 1 10 വരും. അതേപോലെ മിച്ചം 1 വരും. 4096 വരും. 4096 വരും. 4096 വരും. ഓക്കെ ആണോ? യെസ്. ഈ പറഞ്ഞ 3 എക്സാമ്പിളിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യോ പെട്ടെന്ന്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? മുന്നോട്ടേക്ക് പോവാമോ? യെസ്. ഓക്കെ. അപ്പം 50നെ അടിസ്ഥാനപ്പെടുത്തി 50ൽ നിന്നും ഇത്ര കൂടുതൽ 50ൽ നിന്ന് ഇത്ര കുറവാണെങ്കിൽ എങ്ങനെയാണ് സ്ക്വയർ കണ്ടുപിടിക്കുന്നത് എന്നുള്ള സാധനമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. ഇനി നമ്മൾ നെക്സ്റ്റ് സാധനത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് ബേസ് 100 ആയിട്ട് വെച്ചുകൊണ്ടുള്ള ചില നമ്പേഴ്സ്, ബേസ് 100 എടുത്തുകൊണ്ടുള്ള ചില നമ്പേഴ്സിന്റെ സ്ക്വയറുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. യെസ്. എങ്ങനെയാണ് ബേസ് 100 ഉള്ള ചില നമ്പേഴ്സിന്റെ സ്ക്വയർ എടുക്കുക? ഉദാഹരണം ഞാൻ ഇവിടെ എടുക്കുന്നത് 102 ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കുന്നത് 102 ആണ്. 102ന്റെ സ്ക്വയർ. 102ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എങ്ങനെ എടുക്കാം? നമുക്കറിയാം ഈ സാധനം 100 + 2 ആണ് 102 എന്ന് പറയുക. 102 എന്ന് പറയാം. അപ്പൊ നേരത്തെ നിന്ന് വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു സ്റ്റെപ്പ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം കുളവാകും. അപ്പം 100ൽ നിന്നും 2 കൂടുതലാണ്. 100ൽ നിന്നും 2 കൂടുതലായത് കൊണ്ട് ഞാൻ 2ന്റെ സ്ക്വയർ എടുക്കുകയാണ്. 2ന്റെ സ്ക്വയർ എത്രയാണ്? 04. 04 അതേപോലെ വെക്കുക. ഓക്കെ ആണല്ലോ? 2ന്റെ സ്ക്വയർ 4 ആണ്. 0 കൂടി ഇട്ട് വെക്കുന്നു. ഓക്കെ ആണല്ലോ? ഇനി നമുക്കറിയാം ഇവിടെ 102 ആണ് വരുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിലോട്ട് എഴുതാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഈ 102ന്റെ കൂടെ 100ൽ നിന്ന് എത്ര കൂടുതലാണോ 102 അതുകൂടെ ആഡ് ചെയ്യുന്നു. എത്ര വരുന്നു? 104 വരുന്നു. ആ 104 ഇങ്ങോട്ടേക്ക് എടുത്തിരുന്നു. 10404 ആണ് വരിക. 10404 ആണ് വരിക. പറഞ്ഞ കാര്യം പിടികിട്ടെന്ന് വിശ്വസിക്കുന്നു. 100ൽ നിന്നും 2 കൂടുതലാണ്. അപ്പൊ 2ന്റെ സ്ക്വയർ 4 ആണ്. 04 എന്ന് ഞാൻ എടുത്തെഴുതുന്നു. 04 എന്ന് എടുത്തെഴുതു. തീർന്നില്ല. 102 എന്ന് പറയുന്നത് 100ൽ നിന്ന് 2 കൂടുതലായതുകൊണ്ട് 102ന്റെ കൂടെയും ഞാൻ എന്ത് ചെയ്യണം? 2 ആഡ് ചെയ്യണം. എന്നിട്ട് ഞാൻ അവിടെ എടുത്തെഴുതുകയാണ് 10404. ഒരു എക്സാമ്പിളൂടെ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിയാവും. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് 103 ഹോൾ സ്ക്വയർ ആണ്. 103 ഹോൾ സ്ക്വയർ ആണ്. എങ്ങനെ എഴുതാം? 100ൽ നിന്നും 3 കൂടുതലാണ്. അങ്ങനെയാണ് ചെയ്ത് പറഞ്ഞു. ആൻസർ പറഞ്ഞു. 100ൽ നിന്നും 3 കൂടുതലാണ്. ഇപ്പൊ എങ്ങനെ വരുന്നത്? 3 കൂടുതലാണെങ്കിൽ 3ന്റെ സ്ക്വയർ 09 ആണ്. 103ൽ നിന്നും 3 കൂട്ടണം. 103ൽ നിന്നും 3 കൂട്ടിയാൽ 106 ആണ് വരിക. 10609 ആണ് ആൻസർ ആയിട്ട് വരിക. 10609 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ? 10609. 10609 വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. ഈ പറഞ്ഞ 2 എക്സാമ്പിളിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? 103 എന്ന് പറയുന്നത് 100ൽ നിന്നും 3 കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 3ന്റെ സ്ക്വയർ എടുത്ത് എഴുതുക. 09 ആണ്. അതേപോലെ 103ൽ നിന്നും 3 കൂടുതലാണ് 103. അതുകൊണ്ട് 103ന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 3 ആഡ് ചെയ്യണം. അതാണ് നമ്മൾ 103 103 + 3 103 + 3 ആണ് 106 വരിക. അതാണ് ലെഫ്റ്റ് സൈഡിലെ 3 ഡിജിറ്റുകളായിട്ട് വരിക. നമ്പറിന്റെ ലെഫ്റ്റ് സൈഡ്, സ്ക്വയറിന്റെ ലെഫ്റ്റ് സൈഡിലെ 3 ഡിജിറ്റുകളായിട്ട് വരും.
ഓക്കെ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുന്നത് 112 ആണ്. 112ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 100ൽ നിന്നും 12 കൂടുതലാണ് ഈ സാധനം അല്ലെ. 100ൽ നിന്നും 12 കൂടുതലായത് കൊണ്ട് തന്നെ 12ന്റെ സ്ക്വയർ എടുത്തെഴുതുക 144 144 അല്ലെ. ആ എന്ത് ചെയ്യണം, താഴോട്ട് എടുത്തെഴുതണം. ഓക്കെ ആണല്ലോ. തീർന്നില്ല. 112 112 എന്നുള്ളത് 100ൽ നിന്നും 12 കൂടുതലായത് കൊണ്ട് ഇനി വരുന്ന 3 സംഖ്യ ഇവിടെ ഏതൊക്കെയായിരിക്കും പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. 100ൽ നിന്നും 12 കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഇനി ഇപ്പുറത്തോട്ട് വരുന്ന 3 സംഖ്യ 44ന്റെ ഇപ്പുറത്തോട്ട് വരുന്ന 3 സംഖ്യ ആ 1 ആഡ് ചെയ്യണ്ട, ഫൈനൽ ഉത്തരത്തിലേക്ക് എത്തണ്ട. എന്താണ് ഇവിടെ ആ 44ന്റെ ഇപ്പുറത്തോട്ട് വരുന്ന 124 വരിക അല്ലെ. എങ്ങനെയാ 112ന്റെ കൂടെ 12 ആഡ് ചെയ്തു, 124 വന്നു. 124 വന്നു. പക്ഷെ തീർന്നില്ല, കാരണം 144ന്റെ ആ 1 അവിടെ കിടപ്പുണ്ട്. 1 എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം അല്ലെ. എത്ര വരും, 4 4 4 1 കൂട്ടുമ്പോ 5 12544 ആണ് 112ന്റെ സ്ക്വയർ ആയിട്ട് പറയുക. 12544 ആണ് 112ന്റെ സ്ക്വയർ ആയിട്ട് പറയുക. ഓക്കെ ആണല്ലോ. എളുപ്പമാണെന്ന് ഓർക്കും, പക്ഷെ അത്യാവശ്യ സമയത്ത് ഈ സാധനം മറന്നു. അതുകൊണ്ട് റിപ്പീറ്റഡ് ആയിട്ട് നമ്പേഴ്സ് എടുത്ത് റാൻഡം ആയിട്ട് നമ്പേഴ്സ് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ ആണല്ലോ. യെസ്. നെക്സ്റ്റ് സാധനം നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് 100ൽ നിന്ന് മുകളിലോട്ടുള്ളതായിരുന്നു അല്ലെ. അതേ പാറ്റേണിൽ നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാണ്. നെക്സ്റ്റ് സാധനം ബിലോ 100ലേക്ക് പോവാണ്. അപ്പം നെക്സ്റ്റ് എക്സാമ്പിൾ ഞാൻ എടുക്കുന്നത് 96ന്റെ സ്ക്വയർ ആണ്, 96ന്റെ സ്ക്വയർ ആണ്. എനിക്ക് 96നെ എങ്ങനെ എഴുതാം, 100ൽ നിന്നും 4 കുറവാണെന്ന് എഴുതാം. 100ൽ നിന്നും 4 കുറവാണ് 96 എങ്കിൽ 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. അത് അതേപോലെ എടുത്ത് എഴുതി. എന്നിട്ട് 96ൽ നിന്നും എന്ത് കുറയ്ക്കണം, 4 കുറയ്ക്കണം. നേരത്തെ 100ൽ നിന്ന് കൂടുതലായപ്പോൾ ആ സംഖ്യയിൽ നിന്നും 100ൽ നിന്ന് അതെത്ര കൂടുതലാണോ അത് ആഡ് ചെയ്യുമായിരുന്നു. ഇവിടെ 100ൽ നിന്ന് ഇതെത്ര കുറവാണോ ആ സാധനം സബ്സ്ട്രാക്ട് ചെയ്യണം. ഇവിടെ നോക്കിക്കാൻ 96 എന്നുള്ളത് 100ൽ നിന്നും 4 കുറച്ച് കഴിഞ്ഞാൽ വരുന്ന സംഖ്യയാണ്. അതുകൊണ്ട് ഞാൻ 96ൽ നിന്നും 4 കുറയ്ക്കണം. എനിക്ക് എത്ര വരും, 92 വരും. 92 ആണ് ലെഫ്റ്റ് സൈഡിൽ എഴുതേണ്ടത്. 9216 ആണ് ആൻസർ ആയിട്ട് വരിക. 9216 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ, സാധനം പിടികിട്ടിയോ? അതേപോലെ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ 86ന്റെ സ്ക്വയർ. 86ന്റെ സ്ക്വയർ നമുക്കറിയാം 100ൽ നിന്നും 14 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് 86 വരിക അല്ലെ. 100ൽ നിന്നും 14 കുറച്ച് കഴിഞ്ഞാലാണ് 86 വരിക. യെസ്. 14ന്റെ സ്ക്വയർ 2-3 വട്ടം ഞാൻ ചോദിച്ചതാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നില്ല. 196 ആണ്, 196 ആണ്. 1 അതേപോലെ എടുത്തെഴുതണം. 1 അതേപോലെ എടുത്തെഴുതണം. നോക്കിക്കേ, 99 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ വരുന്നത് 4 അക്കമുള്ള സ്ക്വയേഴ്സ് ആയിരിക്കും. 9216 ആണെങ്കിൽ 99 എടുത്ത് നോക്കിയോ, പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല അല്ലെ. 9801 ആയിരിക്കും വരിക. അപ്പൊ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് ഇവിടെ 86 എന്ന് പറയുന്നത് 100ൽ നിന്നും 14 കുറവാണ്. 14ന്റെ സ്ക്വയർ ഞാൻ എടുത്തെഴുതി. എത്രയാണ്, 196. ആ 1 അതേപോലെ വെക്കുന്നു. 1 അതേപോലെ വെച്ചിട്ട് ഇപ്പുറത്തോട്ട് 86ൽ നിന്നും ഞാൻ 14 കുറയ്ക്കണം. 86ൽ നിന്നും ഞാൻ 14 കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും, 72 വരും. തീർന്നിട്ടില്ല, 1 അവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് 72ന്റെ കൂടെ ആ 1 ആഡ് ചെയ്യണം, 73 വരും. 7396 ആണ് ആൻസർ ആയിട്ട് വരിക. 7396 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞ സാധനം ക്ലിയർ ആണോ? 100നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 എക്സാമ്പിൾ നമ്മൾ ചെയ്തു. ബാക്കി നമ്പേഴ്സ് നിങ്ങൾ റാൻഡം ആയിട്ട് എടുത്ത് ഇതേ പാറ്റേണിൽ ചെയ്ത് നോക്കണം. അപ്പൊ നിങ്ങൾക്ക് റെഡി ആയിക്കോളും. മുന്നോട്ടേക്ക് പോവാമോ? എങ്ങനെയാ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനൽ റെസ്പോണ്ട് ചെയ്യണേ. യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് സാധനത്തിലേക്ക് പോകണം. നെക്സ്റ്റ് സാധനം ബേസ് 200 ആക്കി വെച്ചുകൊണ്ടല്ലോ, പോകാലോ അല്ലെ. നെക്സ്റ്റ് സാധനം പറയാലോ. ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും റെസ്പോൺസ് വരുന്നില്ല. ഓക്കെ. ബേസ് 200 ആക്കി വെച്ചുകൊണ്ടുള്ള 2 എക്സാമ്പിൾസ് കൂടെ ജസ്റ്റ് പറയുകയാണ്. ബേസ് 200 ആക്കി വെച്ചുകൊണ്ടുള്ള 2 എക്സാമ്പിൾസ് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നില്ല, പക്ഷെ ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഒന്നാമത്തെ സാധനം 207. 207ന്റെ സ്ക്വയർ എടുക്കുകയാണ്. നമുക്കറിയാം ഈ സാധനം 200 + 7 ആണ്. 200 + 7 ആണ്. അപ്പൊ 100ന്റെ ബേസ് എങ്ങനെ എടുത്ത് ചെയ്തോ അതേ രീതിയിൽ തന്നെയാണ് ഈ സാധനം വരിക. 7ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ് അല്ലെ. 7 സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. അപ്പൊ 49 ഞാൻ എന്ത് ചെയ്തു, ലാസ്റ്റ് എടുത്ത് എഴുതി. 49 ലാസ്റ്റ് എടുത്ത് എഴുതി. 49 ലാസ്റ്റ് എടുത്ത് എഴുതി. തീർന്നിട്ടില്ല പരിപാടി. 200ൽ നിന്നും 7 കൂടുതലാണ് ഈ സാധനം അല്ലെ. 200ൽ നിന്നും 7 കൂടുതലാണ് എന്തെന്ന് പറയാ, 207 എന്ന് പറയാം. അപ്പൊ 207ന്റെ കൂടെ നേരത്തെ 100ന്റെ ബേസിൽ ചെയ്ത പോലെ തന്നെ
എന്ത് ചെയ്യണം? 207ന്റെ കൂടെ 7 ആഡ് ചെയ്യണം. എത്ര വരും? 214 വരും. അത് ഇങ്ങോട്ട് ഞാൻ എടുത്ത് എഴുതി 214. പക്ഷെ തീർന്നെന്ന് ഓർക്കും. ഇനിയും തീർന്നിട്ടില്ല. ബേസ് 200 ആണ്. അതുകൊണ്ട് 214നെ ഇൻറ്റു 2 ചെയ്യണം. 214നെ മാത്രം എന്ത് ചെയ്യണം? ഇൻറ്റു 2 ചെയ്യണം. 214നെ ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും? 428 വരും. 428 49 അതേപോലെ എടുത്തുക. 42849 ആണ് ആൻസർ ആയിട്ട് വരിക. 428 49 ആണ് ആൻസർ ആയിട്ട് വരിക. 207 ഹോൾ സ്ക്വയർ 42849 ആണ്. എങ്ങനെയാണ് വരിക? ഒന്നുകൂടെ പറയാം. 200ൽ നിന്നും 7 കൂടുതലാണ്. അപ്പൊ 7ന്റെ സ്ക്വയർ എടുത്തു. 49 അതേപോലെ എടുത്ത് എഴുതി. അതേപോലെ 207ന്റെ കൂടെയും ഞാൻ 7 ആഡ് ചെയ്യുന്നു. 214 വന്നു. പക്ഷെ 214 നിർത്തരുത്, അവിടെ ഇൻറ്റു 2 ചെയ്യാനുണ്ട്. 214 ഗുണം 2 ചെയ്യാണ്. 214 ഗുണം 2 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 428. ഓക്കെ ആണല്ലോ? യെസ്. അതേപോലെ 200ൽ താഴെയുള്ള ഒരു സംഖ്യയുടെ ഞാൻ എടുക്കുകയാണ്. 198 ഹോൾ സ്ക്വയർ. 198 ഹോൾ സ്ക്വയർ. 198 ഹോൾ സ്ക്വയർ എങ്ങനെയാണ് 198 ഹോൾ സ്ക്വയർ ചെയ്യുക? ഇതേ പാറ്റേണിൽ തന്നെ. 200ൽ നിന്നും എത്ര കുറവാണ്? 200ൽ നിന്നും 2 കുറവാണ്. 200ൽ നിന്ന് 2 കുറവായത് കൊണ്ട് ഞാൻ അവിടെ 2ന്റെ സ്ക്വയർ എടുത്തിരുന്നു 04 അല്ലെ? നോക്കിക്കേ, 200ൽ നിന്ന് 2 കുറവാണ്. അപ്പൊ 198ൽ നിന്നും 2 കുറയ്ക്കണം. എത്ര വരും? 196 വരും. 196 അതേപോലെ എടുത്തെഴുതുന്നു. പക്ഷെ തീർന്നിട്ടില്ല. 200നെ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് ഇൻറ്റു 2 ചെയ്യണം. 196 ഇൻറ്റു 2 ചെയ്യണം. 196 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 196 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര വരുന്നത്? പെട്ടെന്ന് പറഞ്ഞു. 196 ഇൻറ്റു 2 എത്രയാ? 196 ഇൻറ്റു 2 ഫൈനൽ ആൻസർ പറഞ്ഞു. ഈ സ്ക്വയർ എത്രയാ വരുന്നത്? 04 ലാസ്റ്റ് വരും. അതൊക്കെ ഇപ്പുറത്ത് എന്ത് വരും എന്നുള്ളത് പറഞ്ഞു. 196 ഇൻറ്റു 2 എത്രയാണ്? 196 ഇൻറ്റു 2 യെസ് 392.04 39204 ആണ് ആൻസർ ആയിട്ട് വരിക. 39204 ആണ് ആൻസർ ആയിട്ട് വരിക. യെസ്. അപ്പൊ ഈ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. അതോ മുന്നോട്ടേക്ക് പോവാമോ? അപ്പം സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുന്നത് 50നെ ബേസ് ചെയ്ത് വെച്ചുകൊണ്ട്, 100നെ ബേസ് ചെയ്ത് വെച്ചുകൊണ്ട്, അതേപോലെ 200നെ ബേസ് ചെയ്ത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. നിർബന്ധമായിട്ട് അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് റെയിൽവേ എക്സാമുകൾക്ക് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടുകൾ എന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് നിങ്ങൾ ഗ്രൂപ്പ് ഡി ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ അതിൽ സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ടുകൾ എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ടോപ്പിക് അതേപോലെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ആ സാധനം എന്ത് ചെയ്യുക? നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ ആണല്ലോ? മൂവ് ചെയ്യാലോ? റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ. അപ്പം നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാം, എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ? ഇനി തിരിച്ച് താഴോട്ടിറങ്ങുകയാണ്. സ്ക്വയർ റൂട്ടുകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള സാധനം. അപ്പൊ സ്ക്വയർ റൂട്ടുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ മനസ്സിലാക്കി വെക്കേണ്ട, സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ അറിഞ്ഞു വെക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ സാധനം എന്ന് പറയുന്നത് 1 തൊട്ട് 10 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയേഴ്സ് എടുത്തു കഴിയുമ്പോൾ വരുന്ന യൂണിറ്റ് ഡിജിറ്റുകളെ ഞാൻ മനസ്സിലാക്കി വെക്കണം. അപ്പം നമുക്കറിയാം 1ന്റെ സ്ക്വയർ 1 ആണ് അല്ലെ? 1ന്റെ സ്ക്വയർ 1 ആണ്, യൂണിറ്റ് ഡിജിറ്റ് 1 തന്നെയാണ്. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്, യൂണിറ്റ് ഡിജിറ്റ് 4 തന്നെയാണ്. 3ന്റെ സ്ക്വയർ എത്രയാണ്? 3ന്റെ സ്ക്വയർ 9 ആണ്, പ്രത്യേകിച്ച് യൂണിറ്റ് ഡിജിറ്റ് അവിടെ മാറാനൊന്നുമില്ല, 9 തന്നെയാണ്. 4ന്റെ സ്ക്വയർ എത്രയാണ്? 4 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും? 6 വരും. യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 6 ആണ്. അതേപോലെ 5 സ്ക്വയർ വരുന്നത് 25 ആണ്. യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും? 5 വരും. അപ്പൊ നെക്സ്റ്റ് സാധനം പറയുന്നത് 6ന്റെ സ്ക്വയർ ആണ്. 6ന്റെ സ്ക്വയർ എനിക്കറിയാം 36 ആണ്. യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും? 6 വരും. ഓക്കെ ആണല്ലോ? യൂണിറ്റ് ഡിജിറ്റ് 6 വരും. അതേപോലെ 7ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 49 ആണ്. യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 9 വരും. 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 64 ആണ്. യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും? 4 വരും. 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 81 ആണ്. യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും? 1 വരും. ഓക്കെ ആണല്ലോ? അതേപോലെ 10ന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം, യൂണിറ്റ് ഡിജിറ്റ് എത്ര വരും? 0 വരും. അത് എടുത്ത് എഴുതുന്നില്ല. യെസ്. നോക്കിക്കേ, ഇനി ഇവിടെ യൂണിറ്റ് ഡിജിറ്റുകൾ 1 വരുന്നത്, യൂണിറ്റ് ഡിജിറ്റ് 1 വരുന്നത് ഏതൊക്കെയാണ്? 1ന് വരും, അതേപോലെ 9ന് വരും അല്ലെ? 1നും 9നും യൂണിറ്റ് ഡിജിറ്റ് 1 വരും. അതേപോലെ യൂണിറ്റ് ഡിജിറ്റ് 4 വരുന്നത് ആർക്കൊക്കെയാണ്? യൂണിറ്റ് ഡിജിറ്റ് 4 വരുന്നത് 2ന് വരും. അതേപോലെ വേറെ ആർക്കാ വരുന്നേ? 2ന് വരും. പിന്നെ ആർക്കാ വരുന്നേ? പിന്നെ 8ന് വരും അല്ലെ? 8 8 64 ആണ്. അപ്പം 4 എന്ന് പറയുന്ന യൂണിറ്റ് ഡിജിറ്റ് അവിടെയും വരുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് സാധനം പറയാനുള്ള 9
9 എന്ന് പറഞ്ഞ യൂണിറ്റ് ഡിജിറ്റ് ആർക്കൊക്കെ വരും? 3-ന് വരും, അതേപോലെ 7-ന് വരും. 7 7s are 49 ആണ്, 3 3s are 9 ആണ്. രണ്ട് കേസിലും യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്. അതേപോലെ നെക്സ്റ്റ് പറയാനുള്ളത് 6 ആണ്. 6 എന്ന് പറഞ്ഞ യൂണിറ്റ് ഡിജിറ്റ് ആർക്കൊക്കെയാണ് വരിക? 4 × 4 ചെയ്ത് കഴിഞ്ഞാൽ 16 കിട്ടും. ഓക്കെ ആണല്ലോ. അതേപോലെ 6 × 6 ചെയ്താൽ 36 കിട്ടും. രണ്ടിടത്തെയും യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 6 ആണ്. അതേപോലെ 5 എന്ന് പറഞ്ഞ യൂണിറ്റ് ഡിജിറ്റ് എങ്ങനെയാണ്? 5-നാണ് വരിക. അപ്പൊ യൂണിറ്റ് ഡിജിറ്റുകൾ ആർക്കൊക്കെ ഏതൊക്കെ വരുന്നു എന്നുള്ള സാധനത്തെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട്, അതിന്റെ സ്ക്വയർ റൂട്ടുകൾ നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ഈ സാധനം വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോവുക. അതുകൊണ്ട് യൂണിറ്റ് ഡിജിറ്റുകൾ 1 എന്ന് പറയുന്ന ആർക്കൊക്കെയാ വരുന്നത്? 1-നും 9-നും അല്ലെ, 1-നും 9-നും വരുന്ന യൂണിറ്റ് ഡിജിറ്റ് സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ വരുന്ന യൂണിറ്റ് ഡിജിറ്റ് 1 തന്നെയാണ്. 2-നും 8-നും വരുന്ന യൂണിറ്റ് ഡിജിറ്റ് ഏതാണ്? 4 തന്നെയാണ്. അതേപോലെ 3-നും 7-നും വരുന്ന യൂണിറ്റ് ഡിജിറ്റ് സ്ക്വയർ എടുത്ത് കഴിയുമ്പോൾ വരുന്ന യൂണിറ്റ് ഡിജിറ്റ് 9 ആണ്. 4-നും 6-നും വരുന്ന യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. അതേപോലെ 5-ന് വരുന്ന യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 തന്നെയാണ്. 5-ന് വരുന്ന യൂണിറ്റ് ഡിജിറ്റ് 5 തന്നെയാണ്. ഇത്രയും സാധനം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇത്രയും സാധനം മനസ്സിലാക്കി വെക്കുക. ഓക്കെ ആണല്ലോ. യെസ്. എന്നിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സാധനം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ശ്രദ്ധിച്ചോ. നമുക്കൊരു സംഖ്യ തന്നിട്ടുണ്ട്. ആ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിയുമ്പോൾ ആ സ്ക്വയർ റൂട്ടുകളിൽ എത്ര ഡിജിറ്റുകൾ ഉണ്ടാകും? ശ്രദ്ധിച്ചു കേൾക്കണേ. നമുക്കൊരു സംഖ്യ തന്നിട്ടുണ്ട്, ഒരു നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ആ നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ നമ്മൾ ആ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിയുമ്പോൾ ഇഫ് എ ഗിവൺ നമ്പർ ഇസ് പെർഫെക്റ്റ് സ്ക്വയർ എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? തന്നിരിക്കുന്ന സംഖ്യയെ മറ്റൊരു ഇൻഡിജറിന്റെ സ്ക്വയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ സാധനം എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ തന്നിരിക്കുന്ന ഒരു സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി ആ പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിയുമ്പോൾ വരുന്ന വാല്യൂ, ആ സംഖ്യയുടെ നമ്പർ ഓഫ് ഡിജിറ്റുകൾ അറിയണമെങ്കിൽ അപ്പം ഇങ്ങനെ എഴുതാം: നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ സ്ക്വയർ റൂട്ട് ഓഫ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. നമ്പർ ഓഫ് ഡിജിറ്റ്സിന്റെ ഫോർമുല n/2 എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. എപ്പോഴാണ്? വെൻ n ഈസ് ഈവൻ നമ്പർ. n എന്ന് പറഞ്ഞാൽ എന്താണ്? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയറിൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ള സാധനം നോക്കുക. എത്ര നമ്പർ? ഉദാഹരണം നമുക്ക് ഇവിടെ ഒരു സംഖ്യ എടുക്കുവാണ്, 5776. 5776 അല്ലെ? നോക്കിക്കേ, 4 സംഖ്യകളുണ്ട്. 1 2 3 4 4 സംഖ്യകളുണ്ട്. ഇതാണ് n എന്ന് പറയുക. n ഇവൻ ആണെങ്കിൽ ഇവിടെ n = 4 ആണ്. സാധനം ഒരു ഈവൻ സംഖ്യയാണ്. n ഒരു ഈവൻ സംഖ്യയാണ്. n ഈവൻ സംഖ്യ ആണെങ്കിൽ ഇതിന്റെ സ്ക്വയറിൽ വരുന്ന ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിയുമ്പോൾ 5776ന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിയുമ്പോൾ വരുന്ന സംഖ്യ എന്താണോ അതിന്റെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് n/2 4/2 എത്രയായിരിക്കും വരിക? 2 ഡിജിറ്റുകളായിരിക്കും വരിക. ഒരു 2 ഡിജിറ്റ് നമ്പർ ആയിരിക്കും ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിയുമ്പോൾ വരിക. ഓക്കെ ആണല്ലോ. അതേപോലെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല n+1/2 ആയിരിക്കും വരിക. എപ്പോഴാണ്? വെൻ n ഈസ് ഓഡ് നമ്പർ. n ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ n+1/2 എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ടാണ് അതിന്റെ സ്ക്വയർ റൂട്ടിലെ തന്നിരിക്കുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ടിലെ നമ്പർ ഓഫ് ഡിജിറ്റുകൾ കണ്ടുപിടിക്കുക. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തോന്നിയിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് ഡിജിറ്റുകൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ആ പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിയുമ്പോൾ ആ സ്ക്വയർ റൂട്ടിൽ എത്ര സംഖ്യകൾ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമുല ഇതാണ്: നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഈസ് ഈക്വൽ ടു n/2. n/2 എന്താണ്? നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. n/2 യൂസ് ചെയ്യേണ്ട എപ്പോഴാണ്? n-ന്റെ വാല്യൂ ഇവൻ ആണെങ്കിൽ. അതേപോലെ രണ്ടാമത്തെ സാധനം n+1/2 വേർ n ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പെർഫെക്റ്റ് സ്ക്വയറിലുള്ള നമ്പർ ഓഫ് ഡിജിറ്റുകളാണ് n എന്ന് പറയുക. അതേപോലെ n-ന്റെ വാല്യൂ എന്തായിരിക്കണം? ഓഡ് ആയിരിക്കണം. n-ന്റെ വാല്യൂ ഓഡ് ആണെങ്കിലാണ് n+1/2 യൂസ് ചെയ്യേണ്ടത്. n-ന്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടത് n/2 എന്നുള്ള ഫോർമുലയാണ്. ഇത്ര ഓക്കെ ആണോ? പറഞ്ഞതിൽ ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ട പോയിന്റ് ഉണ്ടോ? ക്ലാരിറ്റി ഉണ്ടോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ ആണോ? യെസ്. അപ്പം യൂണിറ്റ് ഡിജിറ്റുകൾ മറന്നു പോകരുത്. യൂണിറ്റ് ഡിജിറ്റുകൾ ഓരോന്നിന്റെയും യൂണിറ്റ് ഡിജിറ്റുകൾ ഏതാണ് വരിക എന്നുള്ള സാധനം മനസ്സിലാക്കി വെക്കുക. യെസ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നോ, നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ ദ സ്ക്വയർ റൂട്ട് ഓഫ് 18769 പറഞ്ഞു തന്നോ? എത്രയായിരിക്കും വരിക? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത്. നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ സ്ക്വയർ റൂട്ട് ഓഫ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ വന്നിട്ടുണ്ട്. അതില് നമ്പർ ഓഫ് ഡിജിറ്റ്സ്, അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്ത് കഴിയുമ്പോൾ വരുന്ന നമ്പർ ഓഫ് ഡിജിറ്റുകൾ എത്രയാണ്
യെസ് 3 ആയിരിക്കും വരിക അല്ലെ. എങ്ങനെയാ വരുന്നത് നോക്കിക്കേ, 1 2 3 4 5 n = 5 ആണ്. n = 5 ആണെങ്കിൽ 5 ഒരു ഒറ്റ സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ n + 1/2 ചെയ്യണം, 6/2 വരും. എത്രയാണ് വരിക? 3 ഡിജിറ്റുകളാണ് വരിക. അപ്പൊ ഇതാണ് പറഞ്ഞ സാധനം എന്താണ്? നമ്പർ ഓഫ് ഡിജിറ്റ്സ്, സ്ക്വയർ റൂട്ടിന്റെ, ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ടിന്റെ നമ്പർ ഓഫ് ഡിജിറ്റുകൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഓക്കെ ആണല്ലോ. യെസ്, ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള, ശ്രദ്ധിച്ച് കേട്ടോണം. ഫസ്റ്റ് ചോദ്യം ഇതാണ്, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 5776. നേരത്തെ നമ്മൾ സ്ക്വയേഴ്സ് കണ്ടുപിടിച്ചു അല്ലെ, സ്ക്വയേഴ്സ് കണ്ടുപിടിച്ചു. ഇത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ടുകൾ കണ്ടുപിടിക്കുകയാണ്. തന്നിരിക്കുന്ന എല്ലാം തന്നെ ഒരു പരിധി വരെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിരിക്കും. അത് ഡയറക്റ്റ് നിങ്ങളോട് സ്ക്വയർ റൂട്ടുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സാധനം പൊതുവെ സ്ക്വയർ റൂട്ടുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സാധനം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് തന്നെയായിരിക്കും. ഓപ്ഷൻസ് കൂടെ നോക്കിയാൽ മതി. ജനറലി പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് ഇങ്ങനെ ചോദിക്കുന്നത്. യെസ്, അപ്പൊ നോക്കിക്കോ, നമ്മൾ ഇവിടെ ചെയ്യുന്ന ഇതിനെ ഗ്രൂപ്പ് ചെയ്യുവാണ്. ഈ 5776 ലാസ്റ്റത്തെ 2 സംഖ്യേനെ ഞാൻ ഒന്നിച്ചെടുക്കുന്നു. അതേപോലെ 57 സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ ആണല്ലോ. നോക്കിക്കേ, 76 എന്നുള്ളിടത്ത് യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 6 ആണ്. യൂണിറ്റ് ഡിജിറ്റ് വരുന്നത് 6 ആണ്. ഇനി 6 വരണമെങ്കിൽ ഏതിന്റെയൊക്കെ സ്ക്വയേഴ്സിനാണ് യൂണിറ്റ് ഡിജിറ്റ് 6 വരിക? പെട്ടെന്ന് പറഞ്ഞോ. നേരത്തെ സ്ലൈഡിൽ പഠിപ്പിച്ചിട്ടുള്ള സാധനമാണ്. ഏതിന്റെയൊക്കെ യൂണിറ്റ് ഡിജിറ്റ് ആണ്, ഏതിന്റെയൊക്കെ സ്ക്വയേഴ്സിനാണ് യൂണിറ്റ് ഡിജിറ്റ് 6 വരിക? യെസ്, 4നും 6നുമാണ് അല്ലെ. 4 4s are 16ഉം 6 6 are 36ഉം ആണ്. അപ്പൊ 4നും 6നുമാണ് യൂണിറ്റ് ഡിജിറ്റ് 6 വരിക. ഓക്കെ ആണല്ലോ. ഇനി ആ പോസിബിലിറ്റി അവിടെ നമ്മൾ വെക്കുന്നു. 4ഉം 6ഉം വേണേലും വരാം, കാരണം യൂണിറ്റ് ഡിജിറ്റ് 6 ആണ് വരുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് സാധനത്തിലേക്ക് പോവാണ്. നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് 57 ആണ്. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന 2 സംഖ്യ. 76 അവിടെ കൺസിഡർ ചെയ്തു. 76ന്റെ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. 6 യൂണിറ്റ് ഡിജിറ്റ് വരണമെങ്കിൽ ഏതൊക്കെ പോസിബിലിറ്റീസ് ഉള്ളത്? ഒന്നെങ്കിൽ 4 വരാം, അല്ലെങ്കിൽ 6 വരാം. തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ കാര്യം അല്ലെ, തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ കാര്യം. യെസ്, ഇനി നമ്മൾ 57 കൺസിഡർ ചെയ്യുവാണ്. 57 എന്ന് പറയുന്നത് ഏതൊക്കെയോ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനിടയിൽ കിടക്കുന്ന സംഖ്യകളാണ് അല്ലെ. നോക്കിക്കേ, 57 എന്ന് പറയുന്നത് 7 7s are 49ഉം 8 8s are 64നും ഇടയിൽ കിടക്കുന്നതാണ്. 49 എന്ന് പറഞ്ഞാൽ എനിക്കറിയാം 7 സ്ക്വയർ ആണ്. 64 എന്ന് പറഞ്ഞാൽ എനിക്കറിയാം 8 സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ ചെറിയ സംഖ്യ കൺസിഡർ ചെയ്യുന്നു. ഏതാ? 57ൽ താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ കൺസിഡർ ചെയ്യുന്നു. 57ൽ താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7ന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അത്ര വരിക 49 ആണ്. 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിജിറ്റ് അവിടെ നിന്ന് കിട്ടുകയാണ്. ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 7 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 5776 2 സംഖ്യകളാണ് അതിന്റെ സ്ക്വയർ റൂട്ടിൽ വരിക. 2 സംഖ്യകളാണ് അതിന്റെ സ്ക്വയർ റൂട്ടിൽ. അതിന്റെ ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 7 ആണ്. ഇനി റൈറ്റിൽ ഒരു ഡിജിറ്റ് കൂടെ കിടപ്പുണ്ട്. അതിന് പോസിബിലിറ്റി നോക്കിക്കേ, ഒന്നെങ്കിൽ 4 വരാം, അല്ലെങ്കിൽ 6 വരാം. അതാണ് പോസിബിലിറ്റി. അപ്പൊ അതിൽ ഏതാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 49 ആണ് എടുത്തത് അല്ലെ. 57ന്റെ താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ 49 ആണ്. 49 എന്നുള്ളത് ആരുടെ സ്ക്വയർ ആണ്? 7ന്റെ സ്ക്വയർ ആണ്. 49 എന്നുള്ള 7ന്റെ സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ 7 ആണ് കൺസിഡർ ചെയ്തത്. 7 കൺസിഡർ ചെയ്തു. അപ്പൊ 7 കൺസിഡർ ചെയ്തെങ്കിൽ നെക്സ്റ്റ് എനിക്ക് ചെയ്യാനുള്ളത് 7 ഗുണം 7ന്റെ അടുത്ത സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7ന്റെ നെക്സ്റ്റ് സംഖ്യ ഏതാ? 8 ആണ്. 7ന്റെ തൊട്ടടുത്ത് വരുന്ന സംഖ്യ ഏതാ? 8 ആണ്. 7 ഗുണം 8 ചെയ്യുമ്പോൾ എനിക്ക് വരുന്നത് 56 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 7 ആണ് നമ്മൾ കൺസിഡർ ചെയ്ത പെർഫെക്റ്റ് സ്ക്വയർ. 7ന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് അവിടെ 57 താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരിക. അതുകൊണ്ട് നമ്മൾ 7 കൺസിഡർ ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 4 ആണോ 6 ആണോ യൂസ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി 7ന്റെ തൊട്ടടുത്ത സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7ന്റെ തൊട്ടടുത്ത സംഖ്യ 8 ആണ്. 7 × 8 ചെയ്യുകയാണ്. 56 വരുന്നു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഈ വാല്യൂവിനെ ഒന്ന് കമ്പയർ ചെയ്യുവാണ്. നമുക്ക് ഈ കിടക്കുന്ന വാല്യൂ 57 ആണ്. 57നേക്കാട്ടും ചെറുതായിട്ടുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് ഈ നെക്സ്റ്റ് സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വന്നത് അല്ലെ. 57നേക്കാട്ടും, അതായത് ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി കിടക്കുന്നതിൽ 100s പ്ലേസിലും 1000s പ്ലേസിലുമുള്ള ഡിജിറ്റുകളെക്കാട്ടും താന്നൊരു സംഖ്യയാണ് 7ന്റെ നെക്സ്റ്റ് സംഖ്യയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് വന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് വലിയ ഈ 4 6 ഉണ്ട്. 4 6 പോസിബിലിറ്റീസ് ആണെന്ന് പറഞ്ഞു. ആ 4ലും 6ലുമുള്ള വലിയ പോസിബിലിറ്റി ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അതേതാണ്? 76 ആണ് അല്ലെ. 6 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. കാരണം 56 7നെ നെക്സ്റ്റ് സംഖ്യയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 56 ആണ് വന്നത്. 56 എന്നുള്ളത് 57ൽ ചെറുതായത് കൊണ്ട്, 57ൽ താഴെ ആയതുകൊണ്ട് ഞാൻ ഈ 2 പോസിബിലിറ്റീസിൽ വലിയ പോസിബിലിറ്റി ആണ് കൺസിഡർ ചെയ്യേണ്ട. വലിയ പോസിബിലിറ്റി ഏതാണ്? 6 ആണ്. അപ്പം എങ്ങനെയാണ് സ്ക്വയർ റൂട്ട് ഓഫ്
5776 എന്നുള്ള എത്രയാണ് വരിക? 76 ആണ് വരിക. സെക്കൻഡുകൾക്കുള്ളിൽ തീരേണ്ട ഒരു പ്രശ്നമാണ്, ഒരു പ്രോബ്ലം ആണ്. അതിനുള്ളിൽ തന്നെ മാക്സിമം ചെയ്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും സ്റ്റെപ്പിൽ 1, 2, 3 സ്റ്റെപ്പുകളിൽ വരുന്നുണ്ട്. പറഞ്ഞതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യണേ. എന്തെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? നെക്സ്റ്റ് എക്സാമ്പിളിലേക്ക് പോകാവോ? ഓക്കെ, യെസ്. അപ്പം 1, 2 കാര്യങ്ങളുണ്ട്. അപ്പൊ നെക്സ്റ്റ് എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? ആൻസർ ചാറ്റിൽ പറഞ്ഞോളുക. തീർത്തും അറിയത്തില്ലെങ്കിൽ മാത്രം ഞാൻ ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്തു വന്നാൽ മതി. യെസ്. അപ്പം രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോകാം. രണ്ടാമത്തെ എക്സാമ്പിൾ എന്നോട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് 7225 ആണ്. 7225 ആണ്. 7225 പറഞ്ഞോ. യൂണിറ്റ് ഡിജിറ്റ് 2 ഡിജിറ്റുകളായിരിക്കും വരിക അല്ലെ? നോക്കിക്കേ, 4 സംഖ്യകളാണുള്ള പെർഫെക്റ്റ് സ്ക്വയറിൽ 4/2 ആണ് വരിക. നമ്പർ ഓഫ് ഡിജിറ്റ്സ് എത്രയായിരിക്കും? 2 ആയിരിക്കും അല്ലെ? അതാണ് തൊട്ട് മുമ്പ് പറഞ്ഞത് നമ്പർ ഓഫ് ഡിജിറ്റ്സ് കണ്ടുപിടിക്കാനുള്ള സാധനം. അതിന് എപ്പോഴും ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇത്രയായിരിക്കും എന്നുള്ള സാധനം മനസ്സിലാക്കി വെച്ചാൽ മതി. യെസ്, പറഞ്ഞോ. ലാസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും വരിക? ഇവിടുത്തെ പോസിബിലിറ്റി എന്താ? 25 ആണ്. 25ന്റെ യൂണിറ്റ് ഡിജിറ്റ് 5 ആണ്. 5 വരണമെങ്കിൽ പോസിബിലിറ്റി ഒന്നേ ഉള്ളൂ. ഏതാ? 5 തന്നെ ഉള്ളൂ. അപ്പൊ യൂണിറ്റ് ഡിജിറ്റ് 5 അവിടെ ഫിക്സ്ഡാ. നേരത്തെ പോലെ 2 പോസിബിലിറ്റി ഒന്നും വരുന്നില്ല അല്ലെ? 2 പോസിബിലിറ്റി ഒന്നും വരുന്നില്ല. യെസ്, 2 പോസിബിലിറ്റി ഒന്നും വരുന്നില്ല. യെസ്. ഇനി വരുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട നെക്സ്റ്റ് 2 സംഖ്യകൾ എന്ന് പറയുന്നത് 72 ആണ്. 72ന് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ കൺസിഡർ ചെയ്യുക. 8ന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് വരിക 64. അപ്പം ഇവിടെ വരുന്ന സംഖ്യ ഏതായിരിക്കും? 85. ആൻസർ വരിക 85. യെസ്, ഗുഡ്. 85, 85 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ? തന്നിരിക്കുന്ന സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കുമ്പോൾ മനസ്സിലാവും. തന്നിരിക്കുന്ന സംഖ്യ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. യെസ്. അപ്പൊ നോക്കിക്കോളൂ, നെക്സ്റ്റ് ഒരു എക്സാമ്പിളിലേക്ക് പോവാം. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 14884. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 14884. 14884 എങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കും? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. എന്തെങ്കിലും സാധ്യതയുണ്ടോ ഉത്തരം കിട്ടാൻ വേണ്ടി? 14884. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കറിയാം 5 ഡിജിറ്റുകളാണ് ഈ പെർഫെക്റ്റ് സ്ക്വയറിൽ വരുന്നത്. 5 ഡിജിറ്റുകളാണ് പെർഫെക്റ്റ് സ്ക്വയറിൽ വരുന്നെങ്കിൽ ഇതിന്റെ സ്ക്വയർ റൂട്ടിൽ എത്ര ഡിജിറ്റുകൾ വരും? പറഞ്ഞോ, എത്ര ഡിജിറ്റുകൾ വരും? സ്ക്വയർ റൂട്ടിൽ എത്ര ഡിജിറ്റുകളാണ് വരുന്നത്? 5 ഡിജിറ്റുകളാണ് പെർഫെക്റ്റ് സ്ക്വയറിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 3 ഡിജിറ്റുകളായിരിക്കും ഇതിന്റെ സ്ക്വയർ റൂട്ടിൽ വരുന്നത്. ആ കാര്യത്തിൽ ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇത്ര നേരം പറഞ്ഞ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സാധനം അല്ലെ? n+1/2 ചെയ്യണം. 5 ഡിജിറ്റുകളാണെന്നുള്ള 5 + 1 6. 6 / 2 എത്രയാണ്? 3 ഡിജിറ്റുകളാണ് സ്ക്വയർ റൂട്ടിൽ വരിക. ഇനി നമ്മൾ ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് ഇതാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 84 അല്ലെ? 84 4 യൂണിറ്റ് ഡിജിറ്റ് വരണമെങ്കിൽ 4 യൂണിറ്റ് ഡിജിറ്റ് വരണമെങ്കിൽ പോസിബിലിറ്റീസ് ഏതൊക്കെയാ? പറഞ്ഞോ. 8 8s are 64 ആണ്. 2 2s are 4 ആണ് അല്ലെ? 2 ഒരു പോസിബിലിറ്റി ആണ്. യെസ്, 2 ഒരു പോസിബിലിറ്റി ആണ്. അതേപോലെ 8 ഒരു പോസിബിലിറ്റി ആണ്. 2 ഒരു പോസിബിലിറ്റി ആണ്. 8 ഒരു പോസിബിലിറ്റി ആണ്. അപ്പൊ 2 8 പോസിബിലിറ്റി ആണെങ്കിൽ നെക്സ്റ്റ് അതിൽ ചിന്തിക്കേണ്ട കാര്യം, 2 8 പോസിബിലിറ്റി ആണെങ്കിൽ നെക്സ്റ്റ് അതിൽ പറയാനുള്ള കാര്യം, എനിക്ക് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഇനി 148. അതിനെ 2 ഗ്രൂപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് 148ന് ഒരു ഗ്രൂപ്പായിട്ട് എടുത്താൽ മതി. 148നെ ഒരു ഗ്രൂപ്പായിട്ട് എടുത്താൽ മതി. യെസ്, നോക്കിക്കേ, 148ന് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും? 12ന്റെ സ്ക്വയർ എത്രയാണ്? 144. 13ന്റെ സ്ക്വയർ എത്രയാണ്? 169. 14ന്റെ സ്ക്വയർ എത്രയാണ്? 196. ഇങ്ങനെ പോവാണ് അല്ലെ? അപ്പം 148ന് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ഏതാണ് എന്ന് ചിന്തിക്കുക. സ്ക്വയർ ആണ്. 12ന്റെ സ്ക്വയർ ആണ്. ഓക്കെ ആണല്ലോ? തീർന്നോ? ഇല്ല, ഇവിടെ 2 പോസിബിലിറ്റി കിടപ്പുണ്ട്. ആ പോസിബിലിറ്റിക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യണ്ടേ? 12 ഗുണം നെക്സ്റ്റ് സംഖ്യ ചെയ്യണം. നെക്സ്റ്റ് സംഖ്യ ഏതാ? 13 ആണ് വരിക. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് സംഖ്യ 13 ആണ് വരിക. ഇനി പറഞ്ഞോ, 12 ഗുണം 13. 12 ഗുണം 13 എത്ര? പെട്ടെന്ന് പറഞ്ഞോ. 12 × 13 സ്പ്ലിറ്റ് ചെയ്തോ. 12 × 10 13 × 10 + 13 × 2 എത്ര വരിക? 130 26. 130 26 പെട്ടെന്ന് ചെയ്തോ. 156. യെസ്, 156 ആണ് വരിക. 156 ആണ് 12 ഗുണം 13 എങ്കിൽ നോക്കിക്കേ, 156 എന്നുള്ളത് വലുതാണ്. എന്തിനെക്കാട്ടും വലുതാണ്? ഈ പറഞ്ഞ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞ സാധനത്തിൽ കിടക്കുന്ന സംഖ്യ ഏതാ? മിച്ചം കിടക്കുന്ന സംഖ്യ ഏതാ? 148 ആണ്. നേരത്തെ നമ്മൾ എടുത്തത് എങ്ങനെയാ? നേരത്തെ
ഇതിലെടുത്ത സംഖ്യ 5776 കൺസിഡർ ചെയ്തപ്പോൾ ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞ സംഖ്യ നമ്മൾ ഈ കണ്ടുപിടിച്ച നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂവിനെക്കാട്ടും വലുതായത് കൊണ്ട് നമ്മൾ വലിയ സംഖ്യ കൺസിഡർ ചെയ്തു. പക്ഷെ ഇവിടെ നോക്കിക്കേ, നെക്സ്റ്റ് സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ വന്നത് 156 ആ 156 എന്നുള്ളത് 148 ഇതിന്റെ അകത്ത് കിടക്കുന്ന സംഖ്യനെക്കാട്ടും വലുതാണ്. അപ്പൊ ഏതെടുക്കണ്ടേ? വലുതായിരിക്കോ ചെറുതായിരിക്കോ? നേരത്തെ എക്സാമ്പിൾ വെച്ചൊന്ന് പറഞ്ഞേ, വലുതായിരിക്കോ ചെറുതായിരിക്കോ? ഏതെടുക്കണ്ടേ? 2 8 2 ഏതെടുക്കണ്ടേ? യെസ്, 2 എടുക്കേണ്ടത്. നേരത്തെ എങ്ങനെ ചെയ്തോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരിക. അത് മനസ്സിലാക്കിയെടുക്കണം. യെസ്, നേരത്തെ എങ്ങനെ ചെയ്തോ അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് ഇവിടെ വരിക. യെസ്, നോക്കിക്കോളൂ. ഇവിടെ 148 എന്നുള്ളത് 12നെ 13 ഗുണിച്ചു കഴിയുമ്പോൾ വരുന്ന 156 അതിൽ താഴെയായിട്ടുള്ള സംഖ്യ ആയതുകൊണ്ട് നമ്മൾ ഇതാ ഈ പോസിബിലിറ്റീസിൽ ചെറിയ പോസിബിലിറ്റി എടുക്കണം. നേരത്തെ കേസിൽ അകത്ത് കിടന്ന സംഖ്യ വലുതാണ്, അതുകൊണ്ട് വലിയ പോസിബിലിറ്റി എടുക്കണം. ഇവിടുത്തെ കേസിൽ റൂട്ടിന്റെ അകത്ത് കിടക്കുന്ന സംഖ്യ ചെറുതാണ്, അതുകൊണ്ട് ചെറിയ പോസിബിലിറ്റി എടുക്കണം. ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. യെസ്, അപ്പം ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ചെയ്ത ആൻസർ ആണോ? റൂട്ട് ഓഫ് 11881 11881 പെട്ടെന്ന് ആൻസർ പറഞ്ഞു. സെക്കൻഡുകൾക്കുള്ളിൽ ചെയ്ത് കിട്ടിയ ആൻസർ. യൂണിറ്റ് ഡിജിറ്റ് 1 യൂണിറ്റ് ഡിജിറ്റ് റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. യൂണിറ്റ് ഡിജിറ്റ് 1 വരണമെങ്കിൽ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? പെട്ടെന്ന് ചെയ്ത് ആൻസർ പറഞ്ഞു, ഞാൻ ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട. യെസ്, 81 യൂണിറ്റ് ഡിജിറ്റ് 1 വരണമെങ്കിൽ പോസിബിലിറ്റീസ് ഒന്നെങ്കിൽ 1 വരാം, അല്ലെങ്കിൽ 9 വരാം. 118 താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് ചെക്ക് ചെയ്യണം. 118 താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് ചെക്ക് ചെയ്യണം. 118 താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ് അല്ലെ? 11ന്റെ സ്ക്വയർ 121, 10ന്റെ സ്ക്വയർ 100. അപ്പം പെർഫെക്റ്റ് സ്ക്വയർസ് അറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞ അതിനാണ് 30 വരെയുള്ള യെസ് കറക്റ്റ് ആണ്. 30 വരെയുള്ള സ്ക്വയേഴ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബേസ് ആയിട്ട് ഏത് എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോഴും ബേസ് ആയിട്ടുള്ള സാധനമാണത്. അന്നേരം പോയി സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ നിൽക്കരുത്. അതിനാണ് ആ സാധനം ആദ്യമേ പഠിച്ചോളണം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. യെസ്, നോക്കിക്കോ. ഇവിടെ 118 താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 100 ആണ്. 100 എന്നുള്ളത് എന്തിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്? 10ന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെ? നോക്കിക്കേ, 10 ആണ് വരിക. അപ്പം ഫസ്റ്റ് 2 ഡിജിറ്റുകളിൽ എന്താ വരുന്നത്? ഫസ്റ്റ് 2 ഡിജിറ്റുകൾ 10 ആണ് വരിക. അതൊക്കെ. ഇനി മൂന്നാമത്തെ ഡിജിറ്റ് ഏത് വരണമെന്ന് അറിയാൻ വേണ്ടി, 1 ആണോ 9 ആണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്തോ ചെയ്യുന്നത്? 10നെ നെക്സ്റ്റ് സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് വരുന്നത് 110 ആണ്. 110 എന്നുള്ളത് 118 ചെറുതാണ്. 118 ചെറുതാണ്. അപ്പൊ അകത്ത് കിടക്കുന്ന റൂട്ടിനകത്ത് കിടക്കുന്ന സാധനം വലുതാണെങ്കിൽ ഏത് പോസിബിലിറ്റി എടുക്കണ്ടേ? വലിയ പോസിബിലിറ്റി ആണ് എടുക്കണ്ടേ. ആ കേസിൽ എന്താ വരുന്നത്? 109 ആണ് വരിക. ആൻസർ ആയിട്ട് വരിക 109 ആണ്. 109 ആണ്. ഓക്കെ ആണല്ലോ. ഈ ചോദ്യം RRB ഗ്രൂപ്പ് ഡി ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. RRB ഗ്രൂപ്പ് ഡി 2018 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2018 ഷിഫ്റ്റ് ഏതൊരു ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2018 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 109 ആണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്ര നേരം പറഞ്ഞ കാര്യം പിടികിട്ടിയോ? എങ്ങനെയാണ് സ്ക്വയർ റൂട്ടുകൾ കണ്ടുപിടിക്കുക? ആ നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് അവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ആ കൺഫ്യൂഷൻ ഉള്ള പോസിബിലിറ്റി റിപ്പീറ്റഡ് ആയിട്ട് ഏതെങ്കിലും ഒക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പോവുകയുള്ളൂ. അപ്പോൾ ആ സാധനം നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. യെസ്, നെക്സ്റ്റ് ഒരു എക്സാമ്പിളൂടെ. നെക്സ്റ്റ് എക്സാമ്പിൾ 3364 3364 റൂട്ട് ഓഫ് 3364 കണ്ടുപിടിച്ചോ പെട്ടെന്ന്. 3364 3364 എങ്ങനെയായിരിക്കും വരിക? 3364 64 വരിക. 4 യൂണിറ്റ് ഡിജിറ്റ് വരുന്നത്. 4 യൂണിറ്റ് ഡിജിറ്റ് വരുന്നെങ്കിൽ പോസിബിലിറ്റി ഏതൊക്കെയാ? 2 വരാം 8 വരാം അല്ലെ? 2 വരാം 8 വരാം. നോക്കിക്കേ, 33 നെക്സ്റ്റ് സംഖ്യ. 33ൽ താഴെ കിടക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആയിട്ടുള്ള 25 ആണ്. 5ന്റെ സ്ക്വയർ ആയിട്ടുള്ള 25 ആണ് താഴെ കിടക്കുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുക. 5ന്റെ സ്ക്വയർ ആയിട്ടുള്ള 25 ആണ് പെർഫെക്റ്റ് സ്ക്വയർ എങ്കിൽ അല്ലെ, നെക്സ്റ്റ് സാധനം 5നെ 6 മൾട്ടിപ്ലൈ ചെയ്യണം. 30 ആണ് വരിക. 30 എന്നുള്ളത് 33നെക്കാട്ടും ചെറുതാണ്. 30 എന്നുള്ളത് 33നെക്കാട്ടും ചെറുതാണ്. 30 എന്നുള്ളത് 33നെക്കാട്ടും ചെറുതാണ്. അതുകൊണ്ട് അകത്ത് കിടക്കുന്ന സാധനം വലുതായതുകൊണ്ട് ഏത് പോസിബിലിറ്റി എടുക്കണം? വലിയ പോസിബിലിറ്റി എടുക്കണം. വലിയ പോസിബിലിറ്റി ഏതാ? 8 ആണ്. വലിയ പോസിബിലിറ്റി 8 ആണ്. ഓക്കെ ആണോ? ഇതും RRB ഗ്രൂപ്പ് ഡി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് ഓഫ് 3364 എന്നുള്ളത് 58 ആണ്.
ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഫസ്റ്റ് 2 8 വരുന്നതെന്ന് അറിയണമെങ്കിൽ എനിക്ക് എന്ത് മനസ്സിലാവണം? എനിക്ക് യൂണിറ്റ് ഡിജിറ്റുകൾ പെർഫെക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. സ്ക്വയേഴ്സിന്റെ യൂണിറ്റ് ഡിജിറ്റുകൾ എങ്ങനെയാണ് വരിക എന്നുള്ളത് പെർഫെക്റ്റ് ആയിട്ട് അറിഞ്ഞു വെക്കണം. യെസ്. അതേപോലെ നെക്സ്റ്റ് ഒരു എക്സാമ്പിളോടെ 60025 റൂട്ട് ഓഫ് 60025 പെട്ടെന്ന് ചെയ്തോ. 5 വരിക. 5 വരുന്നെങ്കിൽ പേടിക്കേണ്ട, അവിടെ ഒരു പോസിബിലിറ്റി ഉള്ള 5 മാത്രമേ ഉള്ളൂ പോസിബിലിറ്റി അല്ലെ. പിന്നെയുള്ള 600 600 അറിയണമെങ്കിൽ 600 താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ അറിയണമെങ്കിൽ എനിക്ക് 30 വരെയുള്ള സ്ക്വയേഴ്സ് അറിഞ്ഞേ തീരുള്ളൂ അല്ലെ. 20ന്റെ സ്ക്വയർ 400 21ന്റെ സ്ക്വയർ 441 22ന്റെ സ്ക്വയർ 23ന്റെ സ്ക്വയർ ഒക്കെ അറിയണം അല്ലെ. 24ന്റെ സ്ക്വയർ എത്രയാണ്? 576 അല്ലെ. യെസ്. 25ന് 625 യെസ്. അപ്പൊ തൊട്ട് താഴെ വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 24ന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 24ന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് 2 4 എന്ന് ആദ്യം എടുത്തെഴുതാം. വേറെ പോസിബിലിറ്റി ഒന്നുമില്ല. ഡയറക്റ്റ് എന്താ വരുന്നത്? 245 ആണ് ആൻസർ ആയിട്ട് വരിക. 245 ആണ് ഇതിന്റെ സ്ക്വയർ റൂട്ട് ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടോ? റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യോ പെട്ടെന്ന്. അതോ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവോ? എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവോ? എങ്ങനെയാ? പെട്ടെന്ന് പറയണേ. യെസ്. ആൻസേഴ്സ് ഒക്കെ ഒരാളെ പറയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാവോ? ഏതെങ്കിലും സെക്ഷൻ മനസ്സിലാവാത്ത, എന്ത് പറഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ എന്ന് റെസ്പോണ്ട് ചെയ്യൂ. ആരെങ്കിലും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണേ. മൂവ് ചെയ്യാവോ? ഓക്കെ. യെസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ് 0.5. 0.5ന്റെ റൂട്ടിന്റെ വാല്യൂ എടുക്കുക, കണ്ടുപിടിക്കുക. ഗ്രൂപ്പ് ഡിയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. യെസ്. 0.5ന്റെ റൂട്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 0.5ന്റെ റൂട്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. റൂട്ട് ഓഫ് 0.5. യെസ്. എങ്ങനെ എഴുതാൻ വേണ്ടി സാധിക്കും നോക്കിക്കേ. എനിക്ക് ഇതിനെ എഴുതാൻ വേണ്ടി സാധിക്കുന്നത് I can write this as root of 5/10 എന്ന് എഴുതാം അല്ലെ. റൂട്ട് ഓഫ് 5/10 എന്ന് എഴുതാം. 5/10 ആണ് 0.5 അല്ലെ. അപ്പൊ റൂട്ട് 0.5 എന്നുള്ളതിനെ ഞാൻ റൂട്ട് 5/10 ആയിട്ട് എഴുതി. റൂട്ട് 5/10 ആണെങ്കിൽ എനിക്ക് 5നെയും 10നെയും ക്യാൻസൽ ചെയ്യാൻ താഴെ എത്ര വരും? 2 വരും. റൂട്ട് ഓഫ് 1/2 എന്ന് വരും. റൂട്ട് 1 എനിക്കറിയാം. ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? റൂട്ട് 1 ഡിവൈഡ് ബൈ റൂട്ട് 2 എന്ന് എഴുതിക്കൂടെ? റൂട്ട് 1 എത്രയാണ്? 1 തന്നെയാണ്. റൂട്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാല്യൂ എനിക്കറിയണം അല്ലെ. റൂട്ട് 2 എന്ന് പറഞ്ഞാൽ വാല്യൂ എനിക്കറിയണം. എനിക്ക് ഇതിന്റെ ഓപ്ഷൻസിൽ അടങ്ങുന്ന ഡെസിമൽസിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇതിന്റെ വാല്യൂസ് അറിയണം. അപ്പൊ ഞാൻ ഇവിടെ എക്സ്ട്രാ ആയിട്ടൊരു കാര്യം കൂടെ നിങ്ങൾക്ക് തരുവാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില റൂട്ടുകൾ, 5 വരെയുള്ള റൂട്ടുകളുടെ ഡെസിമൽ വാല്യൂസ് എന്ത് ചെയ്യണം? അറിഞ്ഞു വെക്കണം. അപ്പോൾ വാല്യൂ ഓഫ് സർട്ടൈൻ റൂട്ട്സ്. ഒന്നാമത്തെ സാധനം റൂട്ട് 1 എന്ന് പറഞ്ഞാൽ എനിക്കറിയാം 1 ആണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. റൂട്ട് 2ന്റെ വാല്യൂ എനിക്ക് അറിഞ്ഞുകൂടാ. റൂട്ട് 2ന്റെ വാല്യൂ ഡെസിമൽ ഇതാണ്, 1.414 ആണ് വാല്യൂ വരിക. റൂട്ട് 3യുടെ വാല്യൂ അത്യാവശ്യം മനസ്സിലാക്കി വെക്കേണ്ട സാധനമാണ്. റൂട്ട് 3യുടെ വാല്യൂ എന്ന് പറയുന്നത് 1.732, അപ്രോക്സിമേറ്റ്ലി 1.732 ആണ്. റൂട്ട് 4ന്റെ വാല്യൂ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. റൂട്ട് 4 എന്ന വാല്യൂ എത്രയാണ്? 2 തന്നെയാണ്. അതേപോലെ റൂട്ട് 5ന്റെ വാല്യൂയും കൂടെ ജസ്റ്റ് അറിഞ്ഞു വെക്കുക, 2.236 ആണ്. 2.236 ആണ് റൂട്ട് 5ന്റെ വാല്യൂ വരിക. ഇത്രയും സാധനം ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കുക. ഇനി എനിക്ക് ഇവിടെ വന്നത് സോൾവ് ചെയ്തെത്തിയത് എവിടെ വരെ നിർത്തിയേ? 1/√2 എന്നുള്ള സ്റ്റെപ്പിലാണ് അല്ലെ. എനിക്ക് വന്ന 1/√2 ആണ്. ഇനി ശ്രദ്ധിച്ചോ, നമ്മൾ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പൊതുവെ റാഷണലൈസേഷൻ എന്നുള്ള സ്റ്റെപ്പ് ഇവിടെ വരും അല്ലെ. നോക്കിയേ, താഴെ കിടക്കുന്ന സാധനം ഒരു റൂട്ടാണ്, ഡിനോമിനേറ്ററിൽ കിടക്കുന്ന സാധനം ഒരു റൂട്ടാണ്. അപ്പൊ ഡിനോമിനേറ്ററിൽ അങ്ങനെ റൂട്ട് കിടക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ റാഷണലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് ആണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? ആ റൂട്ട് 2നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. നോക്കിക്കേ, 1/√2 ഇൻറ്റു റൂട്ട് 2/√2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ശരിക്കും തത്വത്തിൽ ഇതിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? വാല്യൂവിന് ഒരു വ്യത്യാസവും വരുന്നില്ല. കാരണം എന്താ? റൂട്ട് 2/√2 എന്നുള്ള 1 ആണ്. 1/√2 ഇൻറ്റു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/√2 തന്നെ വരും. പക്ഷെ വാല്യൂവിനൊന്നും വ്യത്യാസം വരുന്നില്ല. നമ്മൾ താഴെ കിടക്കുന്ന ആ ഇറാഷണൽ ആയിട്ടുള്ള പാർട്ടിനെ അങ്ങ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് റാഷണലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് അവിടെ യൂസ് ചെയ്യുന്നു. ഇൻറ്റു റൂട്ട് 2/√2 ചെയ്യുന്നു. അതാണ് സ്റ്റെപ്പ്. യെസ്. നോക്കിക്കേ, എങ്ങനെ വരും സാധനം? റൂട്ട് 2 ഡിവൈഡ് ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2
റൂട്ട് ഇൻറ്റു റൂട്ട് ഓഫ് എ നമ്പർ ഗീവ്സ് ദ നമ്പർ ഇറ്റ് സെൽഫ്. ഓക്കെ ആണല്ലോ. അപ്പൊ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. അപ്പോൾ റൂട്ട് 2 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. റൂട്ട് 2ന്റെ വാല്യൂ എനിക്ക് ഇവിടെ അറിയാം 1.414 ആണ്. 1.414 ഡിവൈഡ് ബൈ 2 ആണ് ആൻസർ ആയിട്ട് വരിക. 1.414 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 14 അല്ലെ? എങ്ങനെ വരും? 0.707 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ബേസിക് റൂട്ടുകളുടെ വാല്യൂ അറിഞ്ഞു വെക്കണം. ബേസിക് ആയിട്ടുള്ള റൂട്ടുകളുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് റെയിൽവേയിൽ ചോദിക്കാറുണ്ട്. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. RRB ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ആ 0.5 എന്നുള്ള സാധനത്തിനെ 5/10 ആയിട്ട് എഴുതി. പ്രത്യേകിച്ച് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. സെയിം വാല്യൂ തന്നെയാ. എന്നിട്ട് അതിന്റെ റൂട്ട് എടുത്തു. അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ എനിക്ക് ആ 5/10 എന്നുള്ള ഫ്രാക്ഷനെ 1/2 ആയിട്ട് എഴുതാം. 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് എടുത്ത് കഴിയുമ്പോൾ റൂട്ട് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. റൂട്ട് 2ന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് 2 തന്നെയാണ്. എന്നിട്ട് ആ റൂട്ട് 2 ഡിനോമിനേറ്ററിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ അതിനെ എന്ത് ചെയ്തു? റാഷണലൈസ് ചെയ്യുകയാണ്. 1/√2 into √2/√2 equal to √2/2 എന്നുള്ള രീതിയിലേക്ക് കിട്ടുന്നു. അവിടെ റൂട്ട് 2ന്റെ വാല്യൂ 1.414 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്നു. ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ വരുന്നത് എത്രയാണ്? ആൻസർ വരിക 0.707 ആണ് ആൻസർ ആയിട്ട് വരിക. 0.707 ആണ് ആൻസർ ആയിട്ട് വരിക. യെസ്. പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഓക്കെ ആണോ? യെസ്. ഓക്കെ, ഗുഡ്. അപ്പം നമുക്കിനി ബേസിക് ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു സെക്ഷനിലേക്ക് പോവാം. ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ്. അപ്പൊ എന്താണ് ഫ്രാക്ഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നമ്പർ സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് അല്ലെ? അപ്പം ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് എന്താണ് ഈ പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സ്ഡ് ഫ്രാക്ഷൻ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കേണ്ട കാര്യമുള്ളൂ. ചോദ്യത്തിൽ അങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചിട്ടൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് ഫ്രാക്ഷൻ എന്താണെന്ന് അറിഞ്ഞു വെക്കണം. ഇൻ കേസ് അവർ പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കൺഫ്യൂഷൻ വരരുത്. അപ്പം റാഷണൽ നമ്പർ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തന്നിരിക്കുന്ന ഒരു ഇന്റിജറിനെ എനിക്ക് P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടെങ്കിൽ, ഇഫ് ഐ ക്യാൻ എക്സ്പ്രസ് എ ഗിവൺ ഇന്റിജർ ഇൻ ദ ഫോം ഓഫ് P/Q, then I can term it as a rational number. അല്ലെ? റാഷണൽ നമ്പർ. ഉദാഹരണം 10 ഒരു ഇന്റിജർ ആണ്. 10നെ എനിക്ക് 10/1 എന്നുള്ള ഫോമിൽ എന്ത് ചെയ്യാൻ? റെപ്രസെന്റ് ചെയ്യാം. P/Q ഫോം ആണ്, ഫ്രാക്ഷന്റെ രൂപമാണ്. ഫ്രാക്ഷന്റെ രൂപമായതുകൊണ്ട് തന്നെ എനിക്ക് ഈ സാധനത്തെ എന്ത് പറയാം? ഒരു റാഷണൽ നമ്പർ എന്ന് പറയാം. യെസ്. അപ്പൊ P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് എന്ത്? ഫ്രാക്ഷൻ എന്നുള്ള പേരിൽ പറയുക അല്ലെ? റാഷണൽ നമ്പർ ഫ്രാക്ഷൻ എന്നുള്ള പേരിൽ പറയുക. യെസ്. നോക്കിക്കോ, ഞാനിവിടെ ഒരു ഫ്രാക്ഷൻ ഉണ്ട്, P/Q എന്നുള്ള ഫോർമാറ്റിൽ ഒരു ഫ്രാക്ഷൻ ഉണ്ട്. ഇതിൽ P എന്താണ്? P എനിക്കറിയാം, P ന്യൂമറേറ്റർ ആണ് അല്ലെ? Q എന്താണ്? Q എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ആണ് ബേസിക് ആയിട്ടുള്ള ഫ്രാക്ഷന്റെ ഫോർമാറ്റിൽ. ഇനി എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ? ശ്രദ്ധിച്ചോ, എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടും ചെറുതാണെങ്കിൽ, ഇവിടുത്തെ ചോദ്യത്തിന്റെ കേസിൽ എന്താ? P ഷുഡ് ബി ലെസ് ദാൻ Q. P Qവിനെക്കാട്ടും ചെറുതാണെങ്കിൽ, ന്യൂമറേറ്ററിനെക്കാട്ടും വലിയ ഡിനോമിനേറ്റർ ആണ് വരുന്നതെങ്കിൽ, then we can term the given fraction as proper fraction. ഉദാഹരണം, എക്സാമ്പിൾ 3/5, 3/5 പറഞ്ഞൂടെ? പറയാം. കാരണം എന്താ? ന്യൂമറേറ്റർ ചെറുതാണ്. എന്തിനെക്കാട്ടും ചെറുതാണ്? ഇതിനെക്കാട്ടും ചെറുതാണ്, ഡിനോമിനേറ്ററിനെക്കാട്ടും ചെറുതാണ്. ഓക്കെ ആണല്ലോ? എക്സാമ്പിൾ 3/5. അങ്ങനെയാണെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്തായിരിക്കും? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എക്സാമ്പിൾ P/Q ആയിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ, P will be greater than Q അല്ലെ? ഉദാഹരണം 5/3 പറയാം. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടും വലുതാണെങ്കിൽ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ എന്ത് പറയണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയണം. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാലോ, ന്യൂമറേറ്റർ വിൽ ബി ലെസ് ദാൻ ദ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടും ചെറുതായിരിക്കും. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനെക്കാട്ടും വലുതായിരിക്കും. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് സാധനം പറയാനുള്ള മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. മിക്സ്ഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ ഉണ്ടാവും, അതിന്റെ കൂടെ എന്ത് വരും? ഹോൾ നമ്പറോട് ഉണ്ടാവും. ഹോൾ നമ്പറും അതിന്റെ കൂടെ ഫ്രാക്ഷനോടെ വരുന്നതിനാണ് എന്ത് പറയുക? മിക്സ്ഡ് ഫ്രാക്ഷൻ എന്നുള്ള പേരിൽ പറയുക. ഉദാഹരണം നമുക്കറിയാം 2, എക്സാമ്പിൾ 2 3/5, 2 3/5, 2 3/5, എക്സാമ്പിൾ 2 3/5 അല്ലെ? ഇനി പറഞ്ഞോ, ഹോൾ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാ വരിക? ഹോൾ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സും അതിന്റെ കൂടെ സീറോയും കൂടെ വരും അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്ത പ്രകാരമാണെങ്കിൽ എങ്ങനെ പറയാം? പോസിറ്റീവ് ഇൻഡിജേഴ്സും അതിന്റെ കൂടെ സീറോയും കൂടെ വന്നു കഴിഞ്ഞാൽ സാധനം എന്താണ്? ഹോൾ നമ്പേഴ്സ് ആണ് അല്ലെ? നോക്കിക്കേ, 2 3/5 ആണ് മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്കിൽ എങ്ങനെയാണ് അതിനെ പ്രോപ്പർ ഫ്രാക്ഷനോ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക? എങ്ങനെ കൺവേർട്ട് ചെയ്യുക? 2 × 5 + 3 ആണ് വരിക. 2 × 5
+3 ആയിട്ട് +3 ആണ് ന്യൂമറേറ്റർ വരിക, ഡിവൈഡ് ബൈ താഴെ ഏത് തന്നെയാ 5 തന്നെ വരും. ഓക്കെ ആണല്ലോ. എങ്ങനെ വരിക? 10 + 3 13 ഡിവൈഡ് ബൈ 5 വരും അല്ലെ. എങ്ങനെ വരിക? 2 × 5 പ്ലസ് എത്ര വരും? 3 വരും, ഡിവൈഡഡ് ബൈ 5 വരും. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു ഹോൾ നമ്പറും അതിന്റെ കൂടെ ഒരു ഫ്രാക്ഷൻ കൂടെ ഉണ്ടെങ്കിൽ സാധനത്തെ എന്ത് പറയും? മിക്സ്ഡ് ഫ്രാക്ഷൻ എന്നുള്ള പേരിൽ പറയും. അതേപോലെ നെക്സ്റ്റ് സാധനം കിടക്കുന്ന കോംപ്ലക്സ് ഫ്രാക്ഷൻ അഥവാ കോമ്പൗണ്ട് ഫ്രാക്ഷൻ എന്ന് പറയുന്ന സാധനമാണ്. എന്താണ് കോംപ്ലക്സ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? കോംപ്ലക്സ് ഫ്രാക്ഷൻ എക്സാമ്പിൾ നമുക്കൊരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് a/b/c. a/b/c. ഓക്കെ ആണല്ലോ. ഈ ഒരു രീതിയിൽ ഒരു ഫ്രാക്ഷൻ കൂടാതെ ഒരു ഫ്രാക്ഷനിൽ തന്നെ മറ്റൊരു ഫ്രാക്ഷൻ കൂടെ ഉണ്ടെങ്കിൽ അതിനെയാണ് കോമ്പൗണ്ട് ഫ്രാക്ഷൻ എന്നുള്ള പേരിൽ പറയാ. എക്സാമ്പിൾ 7/7/5. 7/7/5 ഒരു കോമ്പൗണ്ട് ഫ്രാക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ. ഒരു ഫ്രാക്ഷനിൽ തന്നെ മറ്റൊരു ഫ്രാക്ഷൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? കോമ്പൗണ്ട് ഫ്രാക്ഷൻ എന്ന് പറയാം. അടുത്ത സാധനം പറയാനുള്ളത് കോമ്പൗണ്ട് ഫ്രാക്ഷൻ എന്താണ്, സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാന്നൊക്കെ നമ്മൾ സിംപ്ലിഫിക്കേഷൻ ബോർഡ് മാസ് കൂടെ പറഞ്ഞു കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ കാണും. അതുകൊണ്ട് ഞാൻ അവിടെ എന്ത് ചെയ്യുന്നില്ല, എക്സ്ട്രാ ടൈം കളയുന്നില്ല. യെസ്, നെക്സ്റ്റ് സാധനം പറയാനുള്ള ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞ സാധനമാണ്. എന്താണ് ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? 2/7, 5/7 ഇതൊക്കെ ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. ലൈക്ക് ഫ്രാക്ഷൻസിന്റെ പ്രത്യേകത എന്താ? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ അത്തരത്തിലുള്ള ഫ്രാക്ഷൻ എന്ത് പറയും? ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അൺലൈക്ക് ഫ്രാക്ഷൻ എന്തായിരിക്കും? ഡിനോമിനേറ്റേഴ്സ് വിൽ ബി ഡിഫറെന്റ്. ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആണെങ്കിൽ ഫ്രാക്ഷൻ ഏതാണ്? അൺലൈക്ക് ഫ്രാക്ഷൻ. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ എന്താണ്? ലൈക്ക് ഫ്രാക്ഷൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് സാധനം ഇക്വാലന്റ് ഫ്രാക്ഷൻ. എന്താണ് ഇക്വാലന്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാല്യൂസ് സെയിം ആയിട്ട് വരുന്നു. ഉദാഹരണം 1/2, അതേപോലെ 4/8, അതേപോലെ 3/6, അതേപോലെ 2/4. ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടുന്ന എന്താ? ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ആയിട്ട് 1/2 ആണ് അല്ലെ. 4/8 കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 1/2 വരും. 3/6 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 വരും. 2/4 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/2 വരും. അപ്പം ഏതെങ്കിലും രണ്ട് ഫ്രാക്ഷനോ അതിൽ കൂടുതലോ ഫ്രാക്ഷൻസിന്റെ വാല്യൂ ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? ഇക്വാലന്റ് ഫ്രാക്ഷൻസ് എന്നുള്ള പേരിൽ പറയുക. ലാസ്റ്റത്തെ സാധനം യൂണിറ്റ് ഫ്രാക്ഷൻ. എന്താണ് യൂണിറ്റ് ഫ്രാക്ഷൻ? യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, തന്നിരിക്കുന്ന രണ്ട് ഫ്രാക്ഷൻസ് അല്ല ഒന്നിൽ കൂടുതൽ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ, തന്നിരിക്കുന്ന ഫ്രാക്ഷൻ ഏതാണോ അതിന്റെ ന്യൂമറേറ്റർ ഒന്നാണെങ്കിൽ അത്തരത്തിലുള്ള ഫ്രാക്ഷൻ ആണ് എന്ത് പറയുക? യൂണിറ്റ് ഫ്രാക്ഷൻ എന്നുള്ള പേരിൽ പറയുക. അത്തരത്തിലുള്ള ഫ്രാക്ഷനെയാണ് യൂണിറ്റ് ഫ്രാക്ഷൻ എന്നുള്ള പേരിൽ പറയുക. ഓക്കെ ആണല്ലോ. അപ്പം p/q ഫോമിൽ എനിക്ക് എന്തിനെ എക്സ്പ്രസ് ചെയ്യാവോ അതിനെയാണ് എന്ത് പറയുക? ഫ്രാക്ഷൻ എന്നുള്ള പേരിൽ പറയുക. p/q-വിനെക്കാട്ടും വലുതാണെങ്കിൽ നമ്മൾ എന്ത് പറയും? p/q-വിനെക്കാട്ടും വലുതാണെങ്കിൽ നമ്മൾ എന്ത് പറയും? പെട്ടെന്ന് പറഞ്ഞോ. p/q-വിനെക്കാട്ടും വലുതാണെങ്കിൽ p ആണോ i ആണോ എന്ന് പറഞ്ഞാൽ മതി. പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ എന്ന് പറഞ്ഞാൽ. p/q-വിനെക്കാട്ടും വലുതാണെങ്കിൽ p/q ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഫ്രാക്ഷനിൽ p/q-വിനെക്കാട്ടും വലുതാണെങ്കിൽ ഏതായിരിക്കും ഫ്രാക്ഷൻ വരിക? ഇംപ്രോപ്പർ ആണ്. യെസ്, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. p/q-വിനെക്കാട്ടും ചെറുതാണെങ്കിൽ എന്താണ്? പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഹോൾ നമ്പർ കൂടെ വരുന്നുണ്ടെങ്കിൽ സാധനം മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. ഒരു ഫ്രാക്ഷനിൽ തന്നെ മറ്റൊരു ഫ്രാക്ഷൻ കൂടെ വരുന്നുണ്ടെങ്കിൽ സാധനം കോമ്പൗണ്ട് അഥവാ കോംപ്ലക്സ് ഫ്രാക്ഷൻ ആണ്. പിന്നെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആയിട്ടുള്ള ഫ്രാക്ഷനെ ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയും. ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രാക്ഷനെ അൺലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയും. അതേപോലെ വാല്യൂ ഈക്വൽ ആയിട്ട് വരുന്ന ഫ്രാക്ഷനെ ഇക്വിവാലന്റ് ഫ്രാക്ഷൻസ് എന്ന് പറയും. അതേപോലെ ന്യൂമറേറ്റർ 1 വരുന്നതിനെ എന്ത് പറയും? യൂണിറ്റ് ഫ്രാക്ഷൻ എന്നുള്ള പേരിലും പറയും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്ര നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് സിംപ്ലിഫിക്കേഷൻ ആവശ്യമായിട്ടുള്ള കുറെ ബേസുകളാണ്. ഇനി സിംപ്ലിഫിക്കേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളിലേക്ക് നമ്മൾ പോവാണ്. റൂൾ ഇതാണ്, വി ബോഡ് മാസ്. യെസ്, എന്തായിരിക്കും വി ബോഡ് മാസ്? വാട്ട് ഈസ് വി ബോഡ് മാസ്? നമ്മൾ ബോഡ് മാസ് എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ വിൻകുലം ബാർ എന്നുള്ള സാധനം കൂടി ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ഫുൾ ഫോം എന്താണ്? വിൻകുലം ബാർ ബ്രാക്കറ്റ്സ് ഓഫ് ഡിവിഷൻ, multiplication, addition, subtraction. അല്ലെ, ഇതാണ് ബോഡ് മാസ് റൂൾ എന്ന് പറയുക. എന്തിനാണ് ഈ ബോഡ് മാസ് റൂൾ? നമ്മൾ ഡിഫൈൻ ചെയ്തു. വിൻകുലം ബാർ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. എന്താണ് ഈ സാധനം? എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന? നമുക്കൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ മുന്നിൽ തന്നിട്ടുണ്ട്. ഉദാഹരണം എനിക്കിവിടെ തന്നിരിക്കുന്നത് 8 + 4 ഡിവൈഡഡ് ബൈ 2 × 3 എന്നുള്ളൊരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ജനറലി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ? 8 4 കൂട്ടും, എന്നിട്ട് ഡിവൈഡ് ബൈ 2 ചെയ്യും, × 3 ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആദ്യം എന്ത് ചെയ്യണം? ഈ ഓർഡറിൽ തന്നെ ചെയ്യണം.
വിൻകുലം ബാർ ഉണ്ടോ നോക്കണം. ഇവിടെ പ്രത്യേകിച്ച് ബാർ ഒന്നും ഇല്ല. ബ്രാക്കറ്റ്സ് ഉണ്ടോ? ഇല്ല. ഓഫ് വരുന്നുണ്ടോ? ഓഫും വരുന്നില്ല. പിന്നെ വരുന്ന ഓർഡർ ഏതാ? ഡിവിഷൻ. ഡിവിഷൻ വരുന്നുണ്ടോ? ഡിവിഷൻ വരുന്നുണ്ടോ. അപ്പൊ ഈ 4/2 ആദ്യം ചെയ്യണം. എത്രയാ വരുന്നത്? 2 തന്നെയാണ് ആൻസർ വരിക അല്ലെ. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ എന്താ? ഇൻറ്റു 3 ചെയ്യണം അല്ലെ. ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്രയായി? 6 ആയി. 6 + 8 വരും അല്ലെ. +8 വരും. അപ്പം ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനെ നിങ്ങളുടെ മുന്നിൽ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അതിനെ ബോഡ്മാസ് റൂള്. ആ ബോഡ്മാസ് റൂൾ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ആദ്യം ബാർ തന്നിട്ടുണ്ടെങ്കിൽ, വിൻകുലം ബാർ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ബാറിന് കീഴിലുള്ള ചെയ്യണം. പിന്നെ ബ്രാക്കറ്റ്സിന് അകത്തുള്ള ചെയ്യണം. പിന്നെ അതേപോലെ ഓഫ് കിടപ്പുണ്ടല്ലോ അത് ചെയ്യണം. അതിനുശേഷം മാത്രമേ എന്തിലേക്ക് കയറാവുള്ളൂ? ഡിവിഷനിലേക്ക് കയറാവുള്ളൂ. ഡിവിഷൻ തീർത്തതിന് ശേഷം മാത്രമേ മൾട്ടിപ്ലിക്കേഷനിലേക്ക് കയറാവുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ തീർത്തതിന് ശേഷം മാത്രമേ അഡീഷനിലേക്ക് കയറാവുള്ളൂ. അഡീഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സബ്സ്ട്രാക്ഷനിലേക്ക് കയറാവുള്ളൂ. ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് ഫോളോ ചെയ്യേണ്ട ഓർഡർ ഉണ്ട്. ആ ഫോളോ ചെയ്യേണ്ട ഓർഡറിനെയാണ് നമ്മൾ ബോഡ്മാസ് റൂൾ എന്നുള്ള പേരിൽ ഡിഫൈൻ ചെയ്യുക. ബോഡ്മാസ് റൂൾ എന്നുള്ള പേരിൽ ഡിഫൈൻ ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ വരുന്നത്? ഇവിടുത്തെ ആൻസർ വരുന്നത് 14 ആണ്. ഇവിടുത്തെ ആൻസർ വരുന്നത് 14 ആണ്. അതേപോലെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, 3 + 5 × 8 മുകളിലൊരു ബാറോട് ഉണ്ട്. ഈ 3 + 5ന്റെ മുകളിലൊരു ബാറോട്, ഇതിനെയാണ് വിൻകുലം ബാർ എന്ന് പറയുക. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, ജനറൽ ആയിട്ട് അറിയാവുന്ന ഒരാള് എന്ത് ചെയ്യും? ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് കണ്ടുകൊണ്ട് ഇവിടെ അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യും. പക്ഷെ അതൊരു പാടില്ല. കാരണം 3 + 5 ആദ്യം ചെയ്യണം. 3 + 5 ആദ്യം ചെയ്യാനുള്ള കാരണം ഇതിന്റെ മുകളിൽ, ഈ ഒരു ഓപ്പറേഷന് മുകളിൽ എന്ത് കിടപ്പുണ്ട്? ബാർ കിടപ്പുണ്ട്. 3 + 5 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 × 8 ആണ് വരുന്നത്. 8 × 8 എത്രയാണ്? 64 ആണ് ആൻസർ ആയിട്ട് വരിക. 8 × 8 64 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ? അപ്പം ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷനെ ഏത് ഓർഡറിൽ, ഏതൊക്കെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആദ്യം ചെയ്യണം, രണ്ടാമത് ഏത് വരും, മൂന്നാമത് ഏത് വരും, അപ്പൊ ആ ഒരു ഓർഡർ നിങ്ങൾക്ക് തരുന്ന സാധനത്തെയാണ് എന്ത് പറയാ? ബോഡ്മാസ് റൂൾ എന്നുള്ള പേരിൽ പറയാ. ബോഡ്മാസ് റൂൾ എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു വെക്കുക. കാരണം വിൻകുലം ബാർ ഈയിടെയായിട്ട് ചോദിച്ചു കാണാറുണ്ട്. യെസ്. അപ്പം നമുക്ക് മെല്ലെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 3 1/2 + 6 2/3 - 5 5/6. 3 1/2 + 6 2/3 - 5 5/6. എങ്ങനെ ചെയ്യും? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളായിരുന്ന ഫ്രാക്ഷൻ ആണ് അല്ലെ. ഒരു ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ ആണ്. ഏത് ഫ്രാക്ഷൻ ആണ്? നമ്മൾ പറഞ്ഞില്ലേ ഏത് ടൈപ്പാണ് ഈ സാധനം? ഏത് ടൈപ്പാണ്? മിക്സ്ഡ് ഫ്രാക്ഷൻസ് ആണ്. 3 സാധനവും മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. 3 1/2 + 6 2/3 - 5 5/6. 3 സാധനവും മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയാണ്. 3 1/2 എന്നുള്ളതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. 3 × 2 + 1/2 ആണ് അല്ലെ. ഇങ്ങനെ വരും. 7/2 വരും. 7/2 വരും അല്ലെ. നോക്കിക്കേ, ഇവിടെ ഒരു സാധനം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ടോ. എനിക്ക് 3 1/2നെ വേണമെങ്കിൽ 3.5 എന്ന് എഴുതാം. 3.5 എന്ന് എഴുതാം അല്ലെ. 7/2 ആണ്. 7/2ന്റെ വാല്യൂ 3.5 ആണ്. 3.5 ആണ് അല്ലെ. ഈ 3.5നെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 3 + 0.5 എന്ന് റെപ്രസെന്റ് ചെയ്യാം. 3 + 0.5 എന്ന് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. 3 + 0.5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ തന്നെ എനിക്ക് 3 + 1/2 എന്ന് എഴുതിക്കൂടെ? 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എന്താണ്? 1/2ന്റെ വാല്യൂ തന്നെയാണ് അല്ലെ. 1/2ന്റെ വാല്യൂ തന്നെയാണ്. അപ്പൊ നോക്കിക്കേ, 3 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മറ്റൊന്നുമല്ല, 3 പ്ലസ് അതിന്റെ കൂടെ ഈ ഫ്രാക്ഷന്റെ വാല്യൂയും കൂടെ. അതാണ് 3 1/2, ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ, ഒരു ഹോൾ നമ്പർ പ്ലസ് ഫ്രാക്ഷൻ. അതാണ് ഞാൻ നേരത്തെ ഡിഫൈൻ ചെയ്തപ്പോൾ അങ്ങനെ തന്നെ എഴുതിയേ. എങ്ങനെ എഴുതിയേ? ഹോൾ നമ്പർ പ്ലസ് ഫ്രാക്ഷൻ എഴുതിയില്ലേ? അതേ രീതിയിൽ തന്നെയാണ് വരിക. ഹോൾ നമ്പറും ആ തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ വാല്യൂയും കൂടെ കൂട്ടുന്നതിനാണ് എന്ത് പറയാ? മിക്സ്ഡ് ഫ്രാക്ഷൻ എന്നുള്ള പേരിൽ പറയാം. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒന്നാമത് കണ്ടുപിടിച്ച 7/2 എന്നുള്ള രീതിയിലൊക്കെ എഴുതി ചെയ്യാം. പക്ഷെ അങ്ങനെ പോകേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് എല്ലാം മിക്സ്ഡ് ഫ്രാക്ഷനിലാണ് കിടക്കുന്നത്. എല്ലാം മിക്സ്ഡ് ഫ്രാക്ഷനിലായതുകൊണ്ട് ഈ ഹോൾ നമ്പേഴ്സിനെയും ഫ്രാക്ഷനെയും വേർതിരിച്ചെടുത്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹോൾ നമ്പേഴ്സിനെ വേർതിരിച്ചെടുക്കുമ്പോൾ 3 പ്ലസ് ഹോൾ നമ്പർ രണ്ടാമത്തെ എത്ര കിടക്കുന്നത്? 6 - 5. തീർന്നിട്ടില്ല. ഹോൾ നമ്പേഴ്സിനെ പുറത്തെടുത്തു. പിന്നെ എന്ത് കിടപ്പുണ്ട്? പിന്നെ നമുക്ക് ഫ്രാക്ഷൻസ് കിടപ്പുണ്ട് അല്ലെ. ഫ്രാക്ഷൻസ് എങ്ങനെ വരുന്നത്? 1/2 + 2/3 മൈനസ്, സിമ്പിൾ മാറുന്നൊന്നുമില്ല, -5/6 വരും. -5/6 വരും. ഇനി സോൾവ് ചെയ്താൽ മതി. മറ്റേനെക്കാട്ടും എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കിക്കേ, 6 3 9. 9 ന്ന് 5 പോയാൽ 4. 9 ന്ന് 5 പോയാൽ 4 അല്ലെ. 9 ന്ന് 5 പോയാൽ 4. യെസ്. അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണം ആൻസറിലോട്ട് എത്താം. കാരണം ഓപ്ഷൻസ് നോക്കിക്കേ, ഓപ്ഷൻസിൽ 4 വരുന്ന ഏതാ ഉള്ളത്? 3 3 3 4. ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലെ. അവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ആൻസറിലേക്ക് എത്താം. മാക്സിമം പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക. പക്ഷെ നമുക്ക് ഇവിടെ ബാക്കിയുള്ളത് കൂടെ സോൾവ് ചെയ്യണം. നോക്കിക്കേ, പിന്നെന്താ കിടക്കുന്ന ഫ്രാക്ഷൻ? 1/2 + 2/3 + 2/3 മൈനസ് 2/3 മൈനസ് 5/6. 2/3 - 5/6 ആണ് കിടക്കുന്നത്. 2/3 - 5/6 ആണ് കിടക്കുന്നത്.
ഇനി എങ്ങനെയാണ് ഈ ഫ്രാക്ഷനെ സോൾവ് ചെയ്യുക? അഡീഷനും സബ്സ്ട്രാക്ഷൻ ഒക്കെ വരുന്നുണ്ട്, അഡീഷനും സബ്സ്ട്രാക്ഷൻ വരുന്നുണ്ട്, ഫ്രാക്ഷൻ ആണ് അല്ലെ. താഴെ ഞാൻ എന്തെടുക്കണം? LCM എടുക്കണം. എന്തിന്റെ LCM എടുക്കണം? ഡിനോമിനേറ്ററിന്റെ LCM എടുക്കണം അല്ലെ. ഡിനോമിനേറ്റർ എടുക്കണം, ഡിനോമിനേറ്ററിന്റെ LCM എടുക്കണം. 2ന്റെയും 3ന്റെയും 6ന്റെയും ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 6 തന്നെയാണ് അല്ലെ. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് എടുക്കാൻ വേണ്ടി താഴെ എന്ത് വരണം? താഴെ 6 ആവണം, താഴെ 6 ആവണം. ഓൾറെഡി 5/6ന്റെ കേസിൽ 6 ആണ് കിടക്കുന്നത്, അതുകൊണ്ട് -5 അതേപോലെ കിടക്കട്ടെ, ഒരു കുഴപ്പമില്ലല്ലോ, ഇല്ല. യെസ്. അപ്പം നെക്സ്റ്റ് സാധനം കിടക്കുന്ന 1/2 ആണ്. 1/2 ഇവിടെ കിടപ്പുണ്ട്. ആ 2വിനെ എനിക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ ഡിനോമിനേറ്റർ 6 ആവുള്ളൂ. അപ്പൊ താഴെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, ആ സാധനം മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര വരും? 3 വരും അല്ലെ. 1 × 3 3, താഴെ 2 × 3 എന്തായിട്ട് വരും? 6 ആയിട്ട് വരും. പ്ലസ് നോക്കിക്കേ, രണ്ടാമത്തെ ഫ്രാക്ഷനിൽ 3 ആണ് ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്, അതിനെ 6 ആകണമെങ്കിൽ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ, മുകളിലൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2 4, താഴെ എന്ത് വരും? 6 തന്നെ വരും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പം ബ്രാക്കറ്റിൽ എങ്ങനെ വരും? സോറി, ഫ്രാക്ഷന്റെ പാർട്ട് എങ്ങനെ വരും? 3 + 4 എത്രയാണ്? 4 + 3 7 ആണ്. 7 - 5 എത്രയാണ്? 2 ആണ്. 2 / 6 വരും. 2 / 6 കട്ട് ചെയ്ത് എത്ര വരും? 1/3 വരും. എങ്ങനെയാണ് ആൻസർ വരിക? 4 1/3 ആണ് ആൻസർ വരിക. 4 കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താം. 4 കൊണ്ട് തന്നെ ആൻസറിലേക്ക് എത്താം. ഓക്കെ ആണല്ലോ? ഈ പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിപ്പീറ്റ് ചെയ്യേണ്ട ഏതെങ്കിലും പോയിന്റ് ഉണ്ടോ? ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുമോ? ഓക്കെ, യെസ്. ബാക്കിയുള്ളവർക്ക് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു, അതുകൊണ്ടായിരിക്കും റെസ്പോണ്ട് ചെയ്യാത്തതെന്ന് വിശ്വസിക്കുന്നു. യെസ്, ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത് ഹോൾ നമ്പേഴ്സിനെയും ഫ്രാക്ഷനെയും വേർതിരിച്ചെടുത്തുകൊണ്ട് നമ്മൾ ഈ ചോദ്യം എന്ത് ചെയ്തു? അറ്റംപ്റ്റ് ചെയ്തു. ഓക്കെ ആണല്ലോ? കമ്പാരിറ്റീവ്ലി ബെറ്റർ ഇതായിരിക്കും, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കണം. മാക്സിമം സ്റ്റെപ്പുകൾ റെഡ്യൂസ് ചെയ്ത് ഓരോ ചോദ്യം കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകും തോറും മാക്സിമം സ്റ്റെപ്പുകൾ റെഡ്യൂസ് ചെയ്ത് ചെയ്യുക. യെസ്. ഇനിയിപ്പം മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്യണം. ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സാധനം കൂടെ ശ്രദ്ധിക്കണം. എപ്പോഴും ബോഡ്മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇക്വേഷന്റെ, ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷന്റെ ഇടത്ത് നിന്ന് വലത്തേക്കാണ് ചെക്ക് ചെയ്യേണ്ടത്. ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കണം പോകേണ്ടത്. ലെഫ്റ്റ് ടു റൈറ്റ് പോകണം. ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ആദ്യം വിൻകുലം ബാർ ഉണ്ടെങ്കിൽ അത് ചെയ്യണം, ബ്രാക്കറ്റ്സിലുള്ള അത് ചെയ്യണം, അതേപോലെ ബ്രാക്കറ്റ്സിന് ശേഷം ഓഫ് വരുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം, ഓഫ് കഴിഞ്ഞിട്ട് ഡിവിഷൻ വരുന്നുണ്ടെങ്കിൽ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ആ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓർഡർ എപ്പോഴും നോക്കേണ്ടത് എവിടെ നിന്നാണ്? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കണം ഓർഡർ നോക്കേണ്ടത് അല്ലെ. നോക്കിയേ, ഫസ്റ്റ് ഡിവിഷൻ തന്നെ കിടപ്പുണ്ട്. ആ ഡിവിഷൻ 32 / 8 എനിക്കറിയാം 4 ആണ്. 32 / 8 4 ആണ്. നോക്കിക്കേ, പിന്നെ അകത്ത് വേറെ ബ്രാക്കറ്റ് കിടപ്പുണ്ട് അല്ലെ. ഈ ബ്രാക്കറ്റിന്റെ അകത്ത് വേറൊരു ബ്രാക്കറ്റ് കിടപ്പുണ്ട്. 7 - 2 5 ആണ് അല്ലെ. 7 - 2 5 ആണ്. 5ഉം ഈ 5ഉം ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. നോക്കിക്കേ, എങ്ങനെ എഴുതാം? 32 / 8 32 / 8 ഇൻറ്റു 15/5 എന്താണെന്നറിയാം? 15/5 3 ആണ് അല്ലെ. 15/5 3 ആണ്, അതിന് കുഴപ്പമൊന്നുമില്ല. 30 / 5 ഇൻറ്റു 7 - 2 എന്ന് പറഞ്ഞാൽ 5 ആണ്, ഇൻറ്റു 5 അല്ലെ. ഇൻറ്റു 5 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് കളയാം. 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് 32 / 8 ചെയ്ത് കഴിഞ്ഞാൽ 4 ആണ്. 30 + 3 ചെയ്ത് കഴിഞ്ഞാൽ 33 ആണ്. എനിക്ക് ആൻസർ വരുന്നത് 33 × 4 ആണ്. 33 × 4 എത്രയാണ്? 33 × 4. പെട്ടെന്ന് പറഞ്ഞു, യൂണിറ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്ത് ഈ ആൻസറിലേക്ക് എത്താം. യൂണിറ്റ് ഡിജിറ്റ് മാത്രം ചെക്ക് ചെയ്ത് ആൻസറിലേക്ക് എത്താം. ഏത് ആൻസർ ആയിട്ട് വരിക? 132 ആണ് ആൻസർ ആയിട്ട് വരിക. യെസ്. നോക്കിയേ, ഓരോന്നിന്റെയും ഓപ്ഷന്റെ എല്ലാത്തിന്റെയും യൂണിറ്റ് ഡിജിറ്റ് സെപ്പറേറ്റ് ആണ്. ഒരെണ്ണത്തിൽ 6 ആണ്, ഒരെണ്ണത്തിൽ 3 ആണ്, ഒരിടത്തിൽ 4, ഒരെണ്ണത്തിൽ 9 ആണ്, ഒരെണ്ണത്തിൽ 2 ആണ് അല്ലെ. 4 × 3 ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം 12 ആണ് വരിക. യൂണിറ്റ് ഡിജിറ്റ് ലാസ്റ്റ് ഡിജിറ്റ് എന്ത് വരണം? ആൻസറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 2 വരണം. അങ്ങനെ 2 വരാൻ പോസിബിലിറ്റി ഉള്ള ഓപ്ഷൻ ഏതാണെന്ന് ചെക്ക് ചെയ്യുക. ആ പോസിബിലിറ്റി ഉള്ള ഓപ്ഷൻ ഒന്ന് മാത്രമുള്ള ഏതാ? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ ആണല്ലോ? ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണ്. മൊത്തം ചെയ്യാണ്ട് തന്നെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണ്. പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റെസ്പോണ്ട് ചെയ്തോ, ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. യെസ്, ഓക്കെ, കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് സിംപ്ലിഫൈ 9 / 1 + 4 × 5 - 6 5/6 - 1/3 + 1/2. കുറെ ബ്രാക്കറ്റ് കിടപ്പുണ്ട് അല്ലെ. എന്ത് ചെയ്യും? പേടിക്കണോ? ചെറുതായിട്ട് പേടിക്കണം. കാരണം ചെയ്യുമ്പോൾ തെറ്റാതെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് അല്ലെ. ഒരെണ്ണത്തിൽ തെറ്റ് പറ്റി കഴിഞ്ഞാൽ മൊത്തം തെറ്റ് പറ്റും. അതുകൊണ്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഈ ബ്രാക്കറ്റ് ചെയ്യണം അല്ലെ. പിന്നെ ഇത് സോൾവ് ചെയ്യണം. ബ്രാക്കറ്റിനകത്തുള്ള ബ്രാക്കറ്റ്സ് സോൾവ് ചെയ്ത് വേണം വെളിയിലോട്ട് വരാം. ലെഫ്റ്റ് ടു റൈറ്റ് ഒക്കെയാണ്, അതൊക്കെ കാര്യം. പക്ഷെ ബ്രാക്കറ്റിനകത്തുള്ള ഓർഡർ ഫോളോ ചെയ്തേ പറ്റുള്ളൂ അല്ലെ.
ആദ്യം ഏറ്റവും അകത്ത് കിടക്കുന്ന ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. നോക്കിക്കേ, 1/3 + 1/2, 1/3 + 1/2 അല്ലെ, 1/3 + 1/2 എങ്ങനെയാ ഫ്രാക്ഷൻ ആഡ് ചെയ്യുക? ഡിനോമിനേറ്റർ സെയിം ആക്കണം, LCM എടുക്കണം അല്ലെ. LCM എടുത്തു കഴിയുമ്പോൾ എനിക്കറിയാം 3 × 2 എത്രയാണ്? 6 ആണ് വരിക. താഴെ ഡിനോമിനേറ്റർ 6 ആണ്, ഇവിടെ 2 + 3 വരും. എത്രയാണ് വരിക? 5/6 ആണ് വരിക. അപ്പൊ ഈ മൊത്തത്തിൽ ഈ ബ്രാക്കറ്റിന്റെ വാല്യൂ 5/6 ആയി. 5/6 ആയി. മൊത്തത്തിൽ 5/6 - 5/6 എന്നായി അല്ലെ. 5/6 - 5/6 എന്നായി ബ്രാക്കറ്റിന്റെ അകത്ത്. 1/3 + 1/2ന്റെ വാല്യൂ എനിക്ക് 5/6 കിട്ടി. അങ്ങനെയാണെങ്കിൽ 5/6 - 5/6 0 ആണ്. യെസ്, ശരിയാണ്. 5/6 - 5/6 0 ആണ്. 0 × സംതിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് എന്ത് കിട്ടും? 0 × സംതിങ്, ഇതിന്റെ വാല്യൂ 0 ആണ്. 0 × 4 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും? 0 തന്നെ വരും അല്ലെ. പിന്നെ 9/1 എന്തോ കിടപ്പുണ്ട്. 9/1 എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത് അല്ലെ. 1+ എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. അപ്പൊ ആ 1 മാത്രമേ ഇവിടെ മിച്ചം വരും. ആ പ്ലസിന് ശേഷമുള്ള കംപ്ലീറ്റ് സാധനം 0 ആയിട്ട് പോകും. കാരണം എന്താ? 5/6 - 5/6 0 ആണ്. 0 × 4 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 0 വരും. മൊത്തത്തിൽ അവിടെ 0 ആയിട്ട് മാറി. പിന്നെ +1 + 0 ആണ് വരിക. അപ്പൊ 9/, എങ്ങനെ വരിക? 9/1 എന്നുള്ള രീതിയിൽ ഒരു ആൻസർ ആയിട്ട് വരിക 9 ആണ്. ഓപ്ഷൻ ഡി 9 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ ഓർഡർ അതേപോലെ ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഇവിടെ ഒക്കെ ചിലപ്പോൾ വ്യത്യാസം വരും. ഓപ്ഷനിൽ തന്നെ കിടക്കുന്ന മറ്റൊരു ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് ആൻസർ ആയിട്ടൊക്കെ കിട്ടും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യുക. ആൻസർ ആയിട്ട് വരിക 9 ആണ്. ആൻസർ ആയിട്ട് വരിക 9 ആണ്. ഓക്കെ ആണല്ലോ. മൂവ് ചെയ്യാലോ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക്. ഓക്കെ, അടുത്തത് ഒരു ലോജിക്കൽ ചോദ്യമാണ്. ഇഫ് 1/4 ഓഫ് എ നമ്പർ ഈസ് 72, ഒരു സംഖ്യയുടെ 4/1 എന്ന് പറയുന്നത് 72 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യയുടെ 3/2 വാട്ട് വിൽ ബി ഇറ്റ്സ് 2/3? 3/2. യെസ്, നോക്കിക്കോ. 1/4 വേറൊന്നും ചെയ്യണ്ട. 1/4 ഓഫ് എ നമ്പർ ഞാൻ എക്സ് ആയിട്ട് എടുക്കുവാണ്. അതിന്റെ വാല്യൂ 72 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാണ്? 72 × 4 ആണ്. നമുക്ക് വേണ്ട എന്താ? നമുക്ക് വേണ്ടത് 2/3 ആണ് വേണ്ടത്. എന്തിന്റെ? എക്സിന്റെ തന്നെ. 2/3 ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 × 4 × 2/3 ചെയ്താൽ മതി അല്ലെ. സിംപ്ലിഫൈഡ് രൂപത്തിലോട്ട് എടുത്തോ. എങ്ങനെയാ? 3ഉം 72 ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? യെസ്, ക്യാൻസൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാ 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ നമ്മൾ പഠിച്ചേ? 3ന്റെ ഡിവിസിബിലിറ്റി റൂൾ എങ്ങനെയാ നമ്മൾ പഠിച്ചേ? സം ഓഫ് ഡിജിറ്റുകൾ ഷുഡ് ബി ഡിവിസിബിൾ ബൈ 3 അല്ലെ. സം ഓഫ് ഡിജിറ്റുകൾ ഷുഡ് ബി ഡിവിസിബിൾ ബൈ 3. ഇവിടെ 7 2 കൂടെ കൂട്ടിയ 9 ആണ് വരിക. 9 3ൽ ഡിവിസിബിൾ ആയതുകൊണ്ട് തന്നെ 72 3ൽ ഡിവിസിബിൾ ആയിരിക്കും. എത്രയാണ്? 72 ഡിവൈഡഡ് ബൈ എസ്. എന്തോ തെറ്റുണ്ടല്ലോ. തെറ്റ് മീൻസ് ആൻസർ പറഞ്ഞതിൽ ഒരാൾക്ക് തെറ്റുണ്ട്. യെസ്, ഓപ്ഷൻ സി ആണ് വരുന്നത് ആൻസർ. ഓപ്ഷൻ സി ആണ്. 192 ആണ് വരുന്നത്. യെസ്, 72നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? 72നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 24 വരും. 24 × 8 ചെയ്യണം. 24 × 8 ചെയ്യണം. 4 8s എത്രയാണ്? 32 ആണ്. 2 8s 16 + 3 എത്രയാണ്? 192 ആണ്. 192 ആണ് ആൻസർ ആയിട്ട് വരിക. 192 ആണ് ആൻസർ ആയിട്ട് വരിക. 192 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. ചെക്ക് ചെയ്യണേ, എവിടെയാണ് തെറ്റ് പറ്റിയെന്ന് നോക്കണേ. യെസ്, ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഗിവൺ എക്സ്പ്രഷൻ. യെസ്, ഇനി കുറച്ച് മെല്ലെ നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ ടഫ്നെസ് ഒക്കെ കൂട്ടി വരുവാണ്. ഇത്ര നേരം പറഞ്ഞ വളരെ ബേസ് ആയിട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മെല്ലെ നോക്കി ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിലേക്ക് കയറുവാണ്. 76 ബ്രാക്കറ്റിനകത്താണ്. 76 മൈനസ് നെക്സ്റ്റ് ബ്രാക്കറ്റിൽ 90 ഡിവൈഡ് ബൈ 5 ഇൻറ്റു പിന്നെ ക്ലോസ്ഡ് ബ്രാക്കറ്റിൽ 24 മൈനസ് 36 ഡിവൈഡ് ബൈ 3 അല്ലെ. നോക്കിയേ, ആദ്യം എന്ത് ചെയ്യണം? സ്ക്രീനിൽ വ്യക്തമായിട്ട് നോക്കണം. ആദ്യം ഈ ഒരു സെക്ഷൻ ചെയ്യണം അല്ലെ. ഏറ്റവും അകത്ത് കിടക്കുന്ന ബ്രാക്കറ്റ് ചെയ്യണം. ഏറ്റവും ഇന്റീരിയറിൽ കിടക്കുന്ന ബ്രാക്കറ്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ വാല്യൂ നോക്കിയേ. അതിന്റെ വാല്യൂ ഡിവൈഡ് ചെയ്യണം. ഇതാണ് രണ്ടാമത് ചെയ്യേണ്ട ഓപ്പറേഷൻ അല്ലെ. ഡിവൈഡ് ബൈ 3 ചെയ്യണം. എന്നിട്ട് 90 ഡിവൈഡ് ബൈ 5 ആദ്യം ചെയ്യണം. എന്നിട്ട് അത് ഇൻറ്റു ഇതിന്റെ വാല്യൂ ചെയ്യണം. യെസ്, ശരിയാണ്. നമുക്ക് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് 24 മൈനസ് 36 ഡിവൈഡ് ബൈ 3 ആണ് അല്ലെ. 26 മൈനസ് 34 അറിയാവുന്നവർ ചെയ്ത് ചെയ്തു. ശരിയാണ്. 24 മൈനസ് 36 ഡിവൈഡ് ബൈ 3 ആദ്യം ചെയ്യണം അല്ലെ. ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? 24 മൈനസ് 36
ഡിവൈഡ് ബൈ 3. ഡിവിഷൻ ആദ്യം ചെയ്യണം. എത്ര വരും? 12 വരും. 24 നിന്ന് 12 പോയി കഴിഞ്ഞാൽ 12 ആണ്. നെക്സ്റ്റ് ഓപ്പറേഷൻ ഏതാ ചെയ്യേണ്ടത്? 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ആണ്. അതേപോലെ 76 മൈനസ് 90 ഡിവൈഡ് ബൈ 5 ചെയ്യുന്നുണ്ട്. ഇനി ആ 5 into 4 കിടക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെ വരുന്നത്? 90 ഡിവൈഡ് ബൈ 5. ബാക്കിയെല്ലാം സോൾവ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? അവിടെ 4 ആയിട്ട് കിട്ടി അല്ലെ? 4 ആയിട്ട് കിട്ടി. പക്ഷെ ആ 4 ചെയ്യുന്നതിന് മുമ്പ് ഇൻറ്റു 4 ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഈ ഡിവിഷൻ ആദ്യം ചെയ്യണം. അതിനാണ് ബോർഡ് മാസ് റൂൾ പറയുന്നത് അല്ലെ? 90 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ആണ്. 76 മൈനസ് 18 into 4 ചെയ്യണം. 76 മൈനസ് 18 into 4 ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് വരും? 18 into 4 എന്ന് പറഞ്ഞാൽ 4 8 32 ആണ്. 72 വരും അല്ലെ? 72 വരും. 76 മൈനസ് 72 ആണ് ആൻസർ വരിക. എത്രയാണ് ആൻസർ വരിക? ഫൈനലി 4 ആണ് ആൻസർ വരിക. നല്ലൊരു ചോദ്യം, പെട്ടെന്ന് കിട്ടിയാൽ അത്രയും നല്ലത്. പക്ഷെ ഓപ്പറേഷൻസ് ഏതൊക്കെ ആദ്യം ചെയ്യണമെന്നുള്ള ധാരണ മൈൻഡിൽ ഉണ്ടാവണം. യെസ്, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ആൻസർ 4. പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാമോ? ഓക്കെ, യെസ്. നെക്സ്റ്റ് ചോദ്യം ഇതാണ്. സിംപ്ലിഫൈ റൂട്ട് ഓഫ് 10 പ്ലസ് പിന്നെ റൂട്ട് 25 പ്ലസ് റൂട്ട് ഓഫ് 108 പ്ലസ് റൂട്ട് ഓഫ് 154 പ്ലസ് റൂട്ട് ഓഫ് 225 divided by whole divided by root of 16 plus 19.25 into 4 square. Root of 16 plus 19.25 into 4 square. യെസ്, എങ്ങനെ ചെയ്യാം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എടുത്ത് ചെയ്യണം. ആദ്യം റൂട്ട് 225ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അത് 154ന്റെ കൂടെ കൂട്ടണം. എന്നിട്ട് ഹോൾ റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് 225 എത്രയാ? പെട്ടെന്ന് പറഞ്ഞോ. റൂട്ട് ഓഫ് 225 എത്രയാ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് പോവാവേ. റൂട്ട് ഓഫ് 225 എത്രയാ? പറഞ്ഞോ. റൂട്ട് 225 15 ആണ് അല്ലെ? ഇനി നെക്സ്റ്റ് റൂട്ട് ഏതാ? 154 പ്ലസ് 15 ആണ് വരിക. 154 ഈ 15 220 റൂട്ട് 225ന്റെ സ്ഥാനത്ത് 15 കൊടുക്കുക. 15 കൊടുത്തു കഴിയുമ്പോൾ 154 15 കൂടെ കൂട്ടി അതിന്റെ ഹോൾ റൂട്ട് എടുക്കുക. 154 15 കൂടെ കൂട്ടി കഴിഞ്ഞാൽ റൂട്ട് 169 ആണ് വരിക. റൂട്ട് 169 എന്ന് പറഞ്ഞാൽ എത്രയാ? നെക്സ്റ്റ് സാധനം പറഞ്ഞോ. റൂട്ട് 169 എത്രയാ വരിക? 13 ആണ് വരിക അല്ലെ? 13 ആണ് വരിക. അപ്പൊ ഇത്രയുള്ളതിന്റെ വാല്യൂ 13 ആയി. നെക്സ്റ്റ് റൂട്ട് എന്ന് പറയുന്നത് സോൾവ് ചെയ്യാനുള്ള റൂട്ട് 108 പ്ലസ് 13 ആണ്. റൂട്ട് 108 പ്ലസ് 13 എന്ന് പറഞ്ഞാൽ റൂട്ട് 121 ആണ്. റൂട്ട് 121 എത്രയാ? പറഞ്ഞോളൂ. റൂട്ട് 121 എത്രയാ? പറഞ്ഞോളൂ. 11 ആണ്. യെസ്, 11 ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇത്രയുള്ള വാല്യൂ മൊത്തത്തിലുള്ള കംപ്ലീറ്റ് വാല്യൂ 11 ആയിട്ട് മാറി. ഇനി നെക്സ്റ്റ് സാധനം വരുന്നത് റൂട്ട് ഓഫ് 25 പ്ലസ് 11 ആണ് സോൾവ് ചെയ്യാൻ വരുന്നത്. റൂട്ട് ഓഫ് 25 പ്ലസ് 11 എന്ന് പറഞ്ഞാൽ എത്രയാണ്? റൂട്ട് 36 ആണ്. റൂട്ട് 36 എത്രയാണെന്ന് അറിയാം? എത്രയാണ്? 6 ആണ് അല്ലെ? 6 ആണ്. അപ്പൊ ഇവിടെ ഇത്രയുള്ള സാധനം കംപ്ലീറ്റ്ലി 6 ആയിട്ട് മാറി. ലാസ്റ്റ് റൂട്ട് വരുന്നത് റൂട്ട് ഓഫ് 10 പ്ലസ് 6 ആണ്. റൂട്ട് ഓഫ് 10 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ റൂട്ട് 16 ആണ്. റൂട്ട് 16 എത്ര വരും? 4 വരും. അപ്പൊ ന്യൂമറേറ്റർ കംപ്ലീറ്റ്ലി നമ്മൾ സോൾവ് ചെയ്തെടുത്തു. എത്രയായിട്ട് മാറി? 4 ആയിട്ട് മാറി. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ മിച്ചം കിടക്കുന്നത് എന്താ? ഡിനോമിനേറ്റർ കിടപ്പുണ്ട് അല്ലെ? ഡിനോമിനേറ്റർ 19.25 ഒക്കെ കിടപ്പുണ്ട് എന്ന് കണ്ടുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ നോക്കിയോ. റൂട്ട് ഓഫ് 16 പ്ലസ് 19.25 എനിക്ക് 19 പ്ലസ് 0.25 എന്ന് എഴുതാം. തീർന്നിട്ടില്ല. ഇൻറ്റു എന്ത് കിടപ്പുണ്ട്? ഇൻറ്റു 4 കിടപ്പുണ്ട്. 4 സ്ക്വയർ ആണ് അല്ലെ? എത്ര എളുപ്പത്തിൽ നമുക്ക് ഈ സാധനം സോൾവ് ചെയ്യാം എന്നുള്ള സാധനമാണ് കാണിച്ചു തരുന്നത്. യെസ്, നോക്കിക്കോ. നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നതിന്റെ ഗുണം ഇതാണ്. റൂട്ട് ഓഫ് 16 ഈക്വൽ ടു റൂട്ട് ഓഫ് 16 പ്ലസ് 19 ഇൻറ്റു ഈ ഒരു 4നെ എടുത്ത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തോ. ഒരു 4നെ എടുത്ത് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 19 ഇൻറ്റു 4 ചെയ്ത് കഴിയുമ്പോൾ 19 ഇൻറ്റു 4 എന്ന് പറയാൻ എത്ര? 9 4 36 ആണ്. 1 4 is 4 76 വരും അല്ലെ? 76 പ്ലസ് 0.25 ഇൻറ്റു 4 എത്രയാണ്? പറഞ്ഞോ. 0.25 ഇൻറ്റു 4 എത്രയാ? 0.25 ഇൻറ്റു 4 യെസ് 1 ആണ്. അപ്പൊ 76 പ്ലസ് 1 ബ്രാക്കറ്റിന്റെ അകത്ത് വരും. ഇൻറ്റു ഒരു 4 കൂടെ കിടക്കും അല്ലെ? ബ്രാക്കറ്റിന്റെ പുറത്ത് ഇൻറ്റു 4 കൂടെ ഉണ്ട്. അപ്പൊ എങ്ങനെ വരും? റൂട്ട് ഓഫ് 16 പ്ലസ് 77 ഇൻറ്റു 4 വരും. 77 ഇൻറ്റു 4 വരും. റൂട്ട് ഓഫ് 16 പ്ലസ് 77 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? 77 ഇൻറ്റു 4 എത്രയാണെന്നുള്ള സാധനം നോക്കുക. 7 4 28 ആണ്. 7 4 28 പ്ലസ് 2 30 ആണ്. 16 പ്ലസ് 308 വരും. റൂട്ട് ഓഫ് 16 പ്ലസ് 308 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 16 308 കൂടെ കൂട്ടി കഴിയുമ്പോൾ 324 വരും അല്ലെ? റൂട്ട് ഓഫ് 324 ആണ് വരിക അല്ലെ? റൂട്ട് ഓഫ് 324 എന്ന് പറഞ്ഞാൽ എത്രയാ? പെട്ടെന്ന് പറഞ്ഞോ. റൂട്ട് ഓഫ് 324 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? റൂട്ട് ഓഫ് 324 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? സ്ക്വയേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. യെസ്, 18 ആണ്. 18ന്റെ സ്ക്വയർ ആണ് 324 അല്ലെ? അപ്പൊ 4/18 ആണ്. 4/18 എനിക്ക് ക്യാൻസൽ ചെയ്യാം. എനിക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 2 ഡിവൈഡ് ബൈ 9 വരും. 2 ഡിവൈഡ് ബൈ 9 വരും. 2 ഡിവൈഡ് ബൈ 9 ആണ് ആൻസർ ആയിട്ട്.
യെസ് 2 ഡിവൈഡ് ബൈ 9 ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ? ക്ലാരിറ്റി ഉണ്ടോ? മുന്നോട്ടേക്ക് പോവാമോ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. 7 ഡിവൈഡഡ് ബൈ 7 ഡിവൈഡഡ് ബൈ 7 ഡിവൈഡഡ് ബൈ 7 ഡിവൈഡഡ് ബൈ 7 എങ്ങനെ ചെയ്യും? 7 ഡിവൈഡഡ് ബൈ 7 ഡിവൈഡ് ബൈ 7 ഡിവൈഡ് ബൈ 7 ഡിവൈഡ് ബൈ 7 എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? നോക്കിക്കേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7 ഡിവൈഡഡ് ബൈ 7 ആദ്യത്തെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പോകേണ്ടത് അല്ലെ? ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പോകേണ്ടത്. ഈ സാധനത്തെ ഞാൻ ഇങ്ങനെ എഴുതി. പിന്നെ വരുന്നത് എങ്ങനെയാണ്? ഡിവൈഡ് ബൈ 7 ഡിവൈഡ് ബൈ 7 ഇങ്ങനെയാണ് വരുന്നത് അല്ലെ? അപ്പൊ അതിനു വേണ്ടി എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഇതാണ്. ശ്രദ്ധിക്കണേ, അറിയാമെങ്കിൽ ശ്രദ്ധിച്ചോ, ജസ്റ്റ് റിവിഷൻ പോലെ എടുത്താൽ മതി അറിയാമെങ്കിൽ. യെസ്, എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇതാണ്. എ ബൈ ബി ബൈ സി ബൈ ഡി എന്നുള്ള ഫോർമാറ്റിൽ ഒരു ഫ്രാക്ഷൻ കിടക്കുവാണെങ്കിൽ ആ സാധനം ഏത് ഫ്രാക്ഷൻ? നമ്മൾ പറഞ്ഞ പ്രകാരം ഏത് ഫ്രാക്ഷൻ? നമ്മൾ ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻസ് ഒക്കെ പറഞ്ഞാൽ ഈ സാധനം പറഞ്ഞിട്ടുണ്ട്. ഫ്രാക്ഷനകത്ത് മറ്റൊരു ഫ്രാക്ഷൻ കിടപ്പുണ്ടെങ്കിൽ കോംപ്ലക്സ് ഫ്രാക്ഷൻ ആണ്, അതൊരു കോമ്പൗണ്ട് ഫ്രാക്ഷൻ എന്ന് പറയാം അല്ലെ? അപ്പൊ എ ബൈ ബി ഡിവൈഡഡ് ബൈ സി ബൈ ഡി ആണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എ ബൈ ബി ഇൻറ്റു ഡി ബൈ സി എന്നുള്ള രീതിയിലാണ് ചെയ്യാൻ വേണ്ടി സാധിക്കും അല്ലെ? ആ ഡിവിഷൻ എന്ന് പറഞ്ഞ ഓപ്പറേഷനെ തന്നെ എനിക്ക് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഞാൻ ഫസ്റ്റ് ഓപ്പറേഷൻ ഇങ്ങനെ എടുത്തെഴുതി, 7 ഡിവൈഡഡ് ബൈ 7 എടുത്തെഴുതി. ഇൻറ്റു നെക്സ്റ്റ് ചെയ്യാനുള്ളത് 1/7 ഇൻറ്റു 1/7 ഇൻറ്റു 1/7 ആണ്. അതായത് മിച്ചം എത്രയുണ്ട്? 3 7 ഉണ്ട്. അത് ഇൻറ്റു റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ബേസിക് ആയിട്ടുള്ള ഫോർമുല വെച്ചിട്ട് തന്നെയുള്ള പരിപാടിയാണ്. സോൾവ് ചെയ്ത് പ്രൂവ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെയാണ് ഈ സാധനം ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? 7 എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അവിടെ എന്ത് വരും? 1 വരും അല്ലെ? പിന്നെന്താ മിച്ചമുള്ള? 1 ഡിവൈഡഡ് ബൈ 7 ക്യൂബ് വരും. 7 ക്യൂബ് എത്രയാ? 7 ക്യൂബ് എത്രയാ? പറഞ്ഞോ. 7 ഇൻറ്റു 7 ഇൻറ്റു 7. യെസ്, 1 ഡിവൈഡഡ് ബൈ 343 ആണ് ആൻസർ ആയിട്ട് വരിക. യെസ്, 343. കൊള്ളാം. യെസ്, അല്ലെങ്കിൽ 1 ഡിവൈഡഡ് ബൈ എത്തുമ്പോൾ തന്നെ ഇവിടത്തെ വേറെ വേണമെങ്കിൽ 1 വരാം. അതുകൊണ്ട് ഓപ്ഷൻ എയോ ഡിയോ പ്രതീക്ഷിക്കാം. താഴെ 1 വരാം. താഴെ 1 വരൂലെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഓപ്ഷൻ എയിലേക്ക് 1 ഡിവൈഡഡ് ബൈ വരുമ്പോൾ തന്നെ വേണമെങ്കിൽ പോവാം. മാക്സിമം എന്ത് ചെയ്യാം? മാക്സിമം കൺഫ്യൂഷൻ ഇല്ലാതെ 7 ക്യൂബ് ഒക്കെ അറിയേണ്ടതാണ്. അതിനാണ് ക്യൂബ്സ് പഠിക്കണം എന്ന് പറഞ്ഞത്. യെസ്, ഓക്കെ ആണല്ലോ? ചോദ്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എങ്ങനെയാ ചെയ്യേണ്ടത്, എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ? മുന്നോട്ടേക്ക് പോവാവോ? ഓക്കെ, യെസ്. നെക്സ്റ്റ് ചോദ്യം, 27 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 9 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 27 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 27 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 27 ഡിവൈഡ് ബൈ 27 ഡിവൈഡ് ബൈ 3. സ്ക്രീനിൽ നോക്കണേ, പറയുന്ന കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ആ ചോദ്യം ഗ്രാസ്പ് ചെയ്യാൻ പറ്റൂല. യെസ്, നോക്കിക്കോ എങ്ങനെ ഈ സാധനം സോൾവ് ചെയ്യുക. ആദ്യം പ്രോപ്പർ ആയിട്ട് ഈ സാധനത്തെ ഒന്ന് എടുത്തെഴുതുന്ന ഇപ്പം മാത്രം മതി. എക്സാമിനേഷൻ സമയത്ത് ഈ സാധനം പോയി എടുത്തെഴുതി ചുമ്മാ സമയം കളയരുത്. നമുക്ക് ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്, എനിക്കറിയാം. നോക്കിയാൽ ഫുള്ള് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഡിവിഷൻസ് എഴുതുന്ന ഡിവിഷൻ ആയിട്ട് തന്നെ എടുത്തെഴുതുക. 3/9 ഇൻറ്റു 9 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഡിവൈഡഡ് ബൈ 27 ഉണ്ട് 1/27 എന്ന് എഴുതാം. ഇൻറ്റു ഡിവൈഡഡ് ബൈ 9 ഉണ്ട് ഇൻറ്റു 1/9 എന്ന് എഴുതാം. ഇൻറ്റു 27 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 27 ഡിവൈഡഡ് ബൈ 27 ഇൻറ്റു ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പം ഇൻറ്റു എങ്ങനെ എഴുതണം? 1/3 എന്നുള്ള രീതിയിൽ എഴുതണം. ഞാൻ എഴുതിയ സാധനം ഒന്ന് ചെക്ക് ചെയ്തേ. ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ പറഞ്ഞേ. ഏതെങ്കിലും പോയിന്റ് ജസ്റ്റ് തന്നിരിക്കുന്ന ഡിവിഷൻ അതേപോലെ എടുത്ത് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ഡിവിഷൻ ആയിട്ട് തന്നെ ആ ഡിവിഷൻ സിമ്പിൾ മാറ്റി നമ്മൾ ബൈ ഇട്ട് എഴുതിയെന്ന് മാത്രം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ സിംപ്ലിഫിക്കേഷൻ തുടങ്ങിയ 27/27 ക്യാൻസൽ ചെയ്യാം. 3/3 ക്യാൻസൽ ചെയ്യാം അല്ലെ? ഈ 27നെയും ക്യാൻസൽ ചെയ്യാം. ഈ 9നെയും ക്യാൻസൽ ചെയ്യാം. ഈ 3നെയും ക്യാൻസൽ ചെയ്യാം. ഓക്കെ ആണല്ലോ? യെസ്, ഈ 9നെയും ഈ 27നെയും ക്യാൻസൽ ചെയ്യാം. മുകളിൽ എത്ര വരും? 3 വരും അല്ലെ? മുകളിൽ 3 വരും. മിച്ചം എന്താ കിടക്കുന്നത്? മുകളിൽ ഒരു 3 ഉണ്ട്, താഴെ ഈ പറഞ്ഞ 9 കിടപ്പുണ്ട്, ഇവിടുത്തെ ഒരു 9 കിടപ്പുണ്ട്. 3/9 ഓപ്ഷനിലുണ്ടോ? ഇല്ല, 3/9 ഓപ്ഷനിൽ ഇല്ല. അതുകൊണ്ട് എനിക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യണം. 3/9 ആണെങ്കിൽ ആൻസർ ഏതാ വരിക? പറഞ്ഞോ. ആൻസർ ഏതാ വരിക? 3/9 വരെ ഞാൻ എത്തി. ആൻസർ എത്ര വരിക? യെസ്, 1/3. ഓപ്ഷൻസ് ABCD ഇട്ടാൽ മതി. ടൈപ്പ് ചെയ്യാൻ പാടാണെങ്കിൽ ABCD ഇട്ടാൽ മതി. യെസ്, ആൻസർ വരിക 1/3 ആണ്.
1/3 ആണ് ആൻസർ. ഓക്കെ ആണല്ലോ? പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്യാൻസലേഷൻ ശ്രദ്ധിക്കണം. ക്യാൻസലേഷൻ എങ്ങനെ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ല, ഫൈനൽ ആൻസർ എത്തണം. അതെങ്ങനെ എത്തി, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ എവിടെ മിസ്സായെന്നുള്ളതൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇല്ലെങ്കിൽ പാടാണ്. കാരണം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ ഓപ്ഷൻസിൽ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആൻസർ കിട്ടും. അപ്പം ചെയ്തു വരുമ്പോൾ ശരിയായിട്ടുള്ള സാധനത്തിലേക്ക് എത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. യെസ്, ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. 5/6 ഡിവൈഡഡ് ബൈ 2/3 ഡിവൈഡഡ് ബൈ 25/36 ഡിവൈഡഡ് ബൈ 7/9 ഡിവൈഡഡ് ബൈ 7/15. എങ്ങനെയാ 7 ഡിവൈഡ് ബൈ 7 ചെയ്ത അതേ പാറ്റേണിൽ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് 5/6 ഫസ്റ്റ് ഫ്രാക്ഷൻ അതേപോലെ എഴുതുന്നു, ഇൻറ്റു റെസിപ്രോക്കൽ എടുക്കുന്നു. എങ്ങനെയാ റെസിപ്രോക്കൽ? 3/2 അല്ലെ, 3/2 ഇൻറ്റു അടുത്ത റെസിപ്രോക്കൽ എടുക്കുന്നു, ഇൻറ്റു 36/25 എടുക്കുന്നു, ഇൻറ്റു അടുത്ത റെസിപ്രോക്കൽ എടുക്കുന്നു 7/9 9/7 ആയിട്ട് എടുത്തിരുന്നു, ഇൻറ്റു അടുത്ത റെസിപ്രോക്കൽ എടുക്കുന്നു 15/7 ആയിട്ട് എടുത്തിരുന്നു, 15/7 ആയിട്ട് എടുത്തിരുന്നു. ഓക്കെ ആണല്ലോ? യെസ്, നോക്കിക്കോ. 5നെയും 25നെയും എനിക്ക് ക്യാൻസൽ ചെയ്യാം, അവിടെ എത്ര വരും? 5 വരും. 6നെയും 36നെ എനിക്ക് ക്യാൻസൽ ചെയ്യാം, അവിടെ എത്ര വരും? 6 വരും. ഓക്കെ ആണല്ലോ? 6/5 വന്നു. യെസ്, ഇനി 5നെയും 15നെയും എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, അവിടെ എത്ര വരും? 3 വരും. 2നെയും 6നെ എനിക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, അവിടെ എത്ര വരും? 3 വരും. അപ്പൊ മുകളിൽ എന്ത് വരും? 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 49. താഴെ 7 മിച്ചം കിടപ്പുള്ളൂ. അപ്പൊ 49. പോസിബിലിറ്റീസ് ഏതൊക്കെയാ? ഓപ്ഷൻ 49 വന്നുകൊണ്ട് തന്നെ പോസിബിലിറ്റീസ് ഏതാ? ഒന്നെങ്കിൽ ഇത് വരാം, അല്ലെങ്കിൽ ഇത് വരാം, അല്ലെ? 49നെ പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്നുള്ള രീതിയിൽ. പക്ഷെ പോസിബിൾ ആയിരിക്കത്തില്ല. നോക്കിക്കോ, നമുക്ക് ഡയറക്റ്റ് ഈ ഓപ്ഷനിലേക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ എത്താം. 243 ഡിവൈഡഡ് ബൈ 49 അവിടെ തന്നെ എത്താം. നോക്കിയേ, 3 ക്യൂബ് എത്രയാണെന്ന് അറിയാം? 3 ക്യൂബ് 27 ആണ്. 27 ഇൻറ്റു 9 ഡിവൈഡ് ബൈ 49 ആണ്. 27 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 7 9s are 63 ആണ്, അല്ലെ? 63 ആണ്. 2 9s are 18 ആണ്. 18 പ്ലസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 24 ആണ്. 243 ഡിവൈഡഡ് ബൈ 49. ആൻസർ 243 ഡിവൈഡഡ് ബൈ 49. 243 ഡിവൈഡ് ബൈ 49. 243 ഡിവൈഡഡ് ബൈ 49 ആണ് ആൻസർ ആയിട്ട് വരിക. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേ. ഏതെങ്കിലും സ്റ്റെപ്പിൽ എടുത്തെഴുതുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ ആണോ? മുന്നോട്ടേക്ക് പോകാമോ? ഓക്കെ, പിന്നെ നമ്മുടെ സെക്ഷനിലെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കയറാം. ലാസ്റ്റ് ചോദ്യം ഇതാണ്: 9 ഡിവൈഡഡ് ബൈ 11 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് 11/52 ഡിവൈഡ് ബൈ 2/13. പെട്ടെന്ന് ചെയ്ത് നോക്കിയേ, എങ്ങനെ ചെയ്യാം? ആൻസർ കിട്ടിയെങ്കിൽ പെട്ടെന്ന് ആൻസർ പറഞ്ഞിട്ടോ. 9 ഡിവൈഡഡ് ബൈ 11 ബൈ 3/2 ആണ് വരുന്നത്. അതിനെ റെസിപ്രോക്കൽ എടുത്താൽ മതി, 2/3 എന്ന് എഴുതാം, ഇൻറ്റു 2/3 എന്ന് എഴുതാം. പ്ലസ് 11/52 ഡിവൈഡഡ് ബൈ 2/13 ആണ് വരിക. അതിനെ എനിക്ക് എന്ത് എഴുതാം? ഇൻറ്റു 13/2 എന്ന് എഴുതാം. 13നെയും 52നെയും ക്യാൻസൽ ചെയ്യാം. 13 ഡിവൈഡഡ് ബൈ 4 ആണ്, സോറി 13 ഇൻറ്റു 4 ആണ് 52 വരിക, അല്ലെ? നോക്കിക്കേ, 9നെയും 3നെയും ക്യാൻസൽ ചെയ്യാൻ 3 വരും. അപ്പൊ എങ്ങനെയാ വരിക? ഫൈനൽ 3 ഇൻറ്റു 2 6 വരും, ഡിവൈഡഡ് ബൈ 11 വരും, പ്ലസ് 11 ഡിവൈഡഡ് ബൈ 4 2s are എത്ര വരും? 8 വരും. 4 2s are എത്ര വരും? 8 വരും, അല്ലെ? 4 2s are 8. യെസ്, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ താഴെ LCM വരിക. 11നും 8നും എനിക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നുമില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. LCMന് വേണ്ടി എനിക്ക് 88 വരും. 88 വരും. 88 വന്നു കഴിയുമ്പോൾ പിന്നെ പോസിബിലിറ്റീസ് നോക്കിയാൽ ഒന്നെങ്കിൽ ഇത് വരാം, അല്ലെങ്കിൽ ഓപ്ഷൻ എ വരാം. നോക്കിക്കോ, 11നെ 88 ആക്കണമെങ്കിൽ ഇൻറ്റു 8 ചെയ്യണം. ആ ഇൻറ്റു 8 എനിക്ക് മുകളിലും ചെയ്തേ പറ്റുള്ളൂ. 6 8s are എത്രയാണ്? 48 ആണ്. പ്ലസ് 8നെ 88 ആക്കണം, ഇൻറ്റു 11 ചെയ്യണം. ഇൻറ്റു 11 ചെയ്യണം, മുകളിലും 11 ചെയ്യണം. ഇൻറ്റു 11 11 ഗുണം 11 121. 121 ആണ്. 121 48 കൂട്ടി കഴിയുമ്പോൾ എനിക്ക് 169 വരും. 169 ഡിവൈഡ് ബൈ 88 ആണ് ഫൈനൽ ആയിട്ട് ആൻസർ വരും. 169 ഡിവൈഡ് ബൈ 88 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ ആണോ? ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് പറയണേ. ഈ പറഞ്ഞ ഏതെങ്കിലും ചോദ്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റിപ്പീറ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഉണ്ടോ? ചെക്ക് ചെയ്തിട്ട് പറയണേ. ഓക്കെ ആണോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് ചെയ്യാം. നെക്സ്റ്റ് സെക്ഷനിൽ ഇതിന്റെ ബാക്കിയായിട്ട് തന്നെ നമുക്ക് നാളത്തെ സെക്ഷനിൽ ഉണ്ടാവും. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, ഈ സാധനങ്ങൾ നോക്കുക. അതേപോലെ സ്ക്വയേഴ്സും ക്യൂബ്സും പെർഫെക്റ്റ് ആക്കി വെക്കാൻ നോക്കുക. മൾട്ടിപ്ലിക്കേഷൻ ടേബിളും പെർഫെക്റ്റ് ആക്കി നോക്കുക. ഓക്കെ, താങ്ക് യു.